മോഡൽ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഫുൾ മോഡലിൻ്റെ സെക്കൻഡ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നന്നായിരുന്നു. നമുക്കതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫിസിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇംപ്യൂരിറ്റി ആറ്റംസ് വിത്ത് വിച്ച് എ പ്യുവർ സിലിക്കൺ ഷുഡ് ബി ഡോപ്ഡ് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് എ പി ടൈപ്പ് സെമി കണ്ടക്ടർ. സോ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്യണ അതിനോ മജോറിറ്റി ചാർജ് ക്യാരീസ് ഹോൾസ് ആണ്. സോ ഐ ഷുഡ് ഡോപ്പ് വിത്ത് എ 13th ഗ്രൂപ്പ് എലമെന്റ്. 13th ഗ്രൂപ്പിൽ വരിക ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ആണ്. അതിൽ ബോറോൺ ആണ് നമുക്ക് ആൻസർ കൊടുത്തിരിക്കുന്നത്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 3. So next question, there is a diagram given and 4 diodes are connected. So I can say and input is given across terminals A and C എന്ന് കൊടുത്തിട്ടുണ്ട്. Output is taken across B and D. So suppose A positive ആണെങ്കിൽ I know and C will be negative ആയിരിക്കും. So current will be passed through this. Forward biasing ആയിരിക്കും. സെക്കൻഡിലൂടെ പാസ് ചെയ്യത്തില്ല. ഇത് നെഗറ്റീവ് ആണ്, ഇതുവഴി പാസ് ചെയ്യും. So I am getting an output across B and D. And also suppose തിരിഞ്ഞു വരിക എ നെഗറ്റീവും സി പോസിറ്റീവ് ആവുന്ന സിറ്റുവേഷനിൽ ഐ നോ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദിസ് പാത്ത് ആൻഡ് കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദിസ് പാത്ത്. സോ എനിവേ ഏത് എ പോസിറ്റീവ് ബി നെഗറ്റീവ് ഏത് സിറ്റുവേഷൻ വന്നാലും ഐ എം ഗെറ്റിംഗ് ആൻ ഔട്ട്പുട്ട്. സോ ഇറ്റ് വിൽ ബി എ ഫുൾ വേവ് റെക്ടിഫൈ, റൈറ്റ്? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂക്ലിയർ റേഡിയസ് കമ്പയറിംഗ് ടു ആറ്റോമിക് റേഡിയസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ന്യൂക്ലിയർ റേഡിയസ് ഐ നോ 10⁻⁻15 ആണ്. അറ്റോമിക് റേഡിയസ് ഈസ് 10⁻⁻10 ആണ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 2 ആയിരിക്കും. Third question, answer 2. And fourth question, a photon of energy is given, work function is given, and I know Einstein's photoelectric equation, energy is equal to work function plus kinetic energy maximum ആണ്. So if you are thinking that it is kinetic energy, നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. Kinetic energy maximum ആണ്. So subtracting I am getting kinetic energy maximum will be 3.8 minus 2.8 1 എന്ന് കിട്ടും. 1.0 1 eV എന്ന് കിട്ടും, റൈറ്റ്? ബട്ട് മാക്സിമം കൈനറ്റിക് എനർജി നല്ല ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് ദെൻ ദ കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് ആർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 3 ആയിരിക്കും. ഇറ്റ് വേരീസ് ഫ്രം 0 to maximum value. So next question, wavelength of an electron accelerated through a potential difference ആണ്. Lambda is equal to, I know the equation, 1.227 divided by root v nanometers ആണ്. But voltage is 1 ആണ്. So I am getting 1.227 nanometers or in angstrom, option 1. Next question, two waves having intensities in the ratio 9:1 produces an interference. So wave optics എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. I maxima I know equation root I1 plus root I2 the whole square ആണ്. And I minima I know I minima is equal to root I1 minus root I2 the whole square ആണ്. root I1 minus root I2 the whole square ആണ്. So root I1 plus root I2 the whole square എന്ന് പറയുമ്പോൾ root 9 plus 1. root 9 is 3. 3 plus 1 4 ആണ്. 4 square വരും. ഇത് 3 minus 1 2 square വരും. So the ratio will be 16 divided by 4. Answer will be 4:1 ആയിരിക്കും നമുക്ക് കിട്ടുക, റൈറ്റ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a monochromatic light of wavelength is given, slit width ഇതും വേവ് ഒപ്റ്റിക്സിൽ നിന്നാണ്. സ്ക്രീൻ ഡിസ്റ്റൻസ് എല്ലാം തന്നിട്ടുണ്ട് അല്ലേ? സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമ. ആംഗുലർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമ തീറ്റ ആണെങ്കിൽ ഐ നോ 2 lambda by a ആണ്. ഇവിടെ വിഡ്ത്ത് ആണ്. സോ ഐ ക്യാൻ റൈറ്റ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 lambda d by a. വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 lambda, ഒരു ഡിയും കൂടെ വരുമെന്നേ ഉള്ളൂ, by a. So I can substitute 2 into lambda is 580 nanometers, 10⁻⁻9, d is 2, a is 0.3 millimeters ആണ്. So 3 into 10⁻⁻4 ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ ഐ എം നോട്ട് ഗെറ്റിംഗ് 200, ബട്ട് ഒരു 600 ആണ് 200 കിട്ടിയേനെ. സോ ഇറ്റ് ഈസ് ലെസ് ദാൻ 200 ആണ്. അപ്രോക്സിമേറ്റ്ലി ഞാൻ 200 എന്ന് എഴുതിയാൽ ഐ എം ഗെറ്റിംഗ് 8 into 10⁻4 അപ്പ് വരും, -5. സോ -3 എന്ന് വരും അല്ലേ? So close answer is option 4 ആണ്. Okay. Next question, when a beam of light is incident on a plane mirror ആണ്. So it is found that real image is formed. So നമ്മൾ തിങ്ക് ചെയ്യും പ്ലെയിൻ മിററിൽ റിയൽ ഇമേജ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് തിങ്ക് ചെയ്യും. യെസ്, ദർ ഈസ് എ പോസിബിലിറ്റി. കൺവേർജിങ് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ സപ്പോസ് കൺവേർജിങ് ലൈറ്റ് ഇങ്ങനെ പ്ലെയിൻ മിററിൽ ഇൻസിഡൻറ്റ് ചെയ്യുക ആൻഡ് ദേ വിൽ മീറ്റ് അറ്റ് സംവെയർ ബിഹൈൻഡ് ദ മിറർ. Okay, in this situation, obeying law of reflection, they will reflect back. So ingane reflect cheyna rays will also meet at a point, and here I am getting an image. ഇവിടെ എനിക്ക് ഇമേജ് ഫോം ചെയ്യാൻ, ഇറ്റ് ഈസ് എ റിയൽ ഇമേജ്, റേസ് റിയൽ റേസ് മീറ്റ് ചെയ്യല്ലേ. സോ ഐ എം ഗെറ്റിംഗ് ആൻ ഇമേജ് ആൻഡ് ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 1.
ഇൻസിഡൻറ്റ് ബീം കൺവേർജിങ് ആവുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് റിയൽ ഇമേജ് കിട്ടുക. 9th question, the case of minimum deviation ആണ്. In minimum deviation, angle of incidence is equal to angle of emergence and we know the equation directly. Answer is option 3 ആയിരുന്നു. Next question, two charges ആണ്. So the force between them is Coulomb force ആണ്. I know F is equal to K Q1 Q2 divided by R square ആണ്. K Q1 Q2 divided by R square. And F dash is the new force where charges become doubled and the distance is, no, charges become halved and distance is double. So K Q1 by 2, Q2 by 2 and the distance is 2R square and I am getting 4 വരും അല്ലേ. F divided by 16 എനിക്ക് ആൻസർ കിട്ടാണ്. So our answer is option 4 ആണ്. Next question, 11th question, according to Coulomb law, which is the correct relation എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So I can see that ഈ F12 force between 1 and 2 2 and 1 they are equal and opposite. Anyway, they are attractive in nature ആണ്. ഈ ഫോഴ്സിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്കറിയാം F12 F21 is trying to make them closer. So the force is attractive ആണ്. So force attractive our situation, I know Q1 or Q2, either Q1 or Q2 ഒന്ന് പോസിറ്റീവ് അടുത്ത നെഗറ്റീവ് ആണ്. Q1 or Q2 നെഗറ്റീവ് ആവണം, ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആവണം. So the situation is Q1 or Q2 നെഗറ്റീവ് ആണ്, their product will be less than 0. Answer is option 1 ആയിരിക്കും. ഇതേ ഫിഗർ തന്നെ ഇത് ഇങ്ങനെ തന്നെ NCERT കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെഗ്മെന്റിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാനുള്ള പോസിബിലിറ്റീസ് ഉള്ള ഒരുപാട് ഏരിയാസ് പറയുന്നുണ്ട്, റേഡിയസ് വെക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു സെഗ്മെന്റ് ഒന്ന് വായിച്ചു നോക്കുക. NCERT കുറച്ച് ഇങ്ങനെ പോയിന്റ്സ് പറയുന്നുണ്ട് കൂളോംസ് ലോ റിലേറ്റഡ് ആയി. ഓക്കെ, അതേപോലെ തന്നെ ഗോസസ് ലോ കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്ന ഏരിയയിലും സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. ഒന്ന് ആ പോയിന്റ്സ് എല്ലാം ഒന്ന് വായിച്ച് make it clear. Next question, an electric potential V at a point P x y. Okay, so voltage is given and we have to find electric field. Electric field, I know electric field is equal to minus dV by dx. So differentiating, I am getting minus 8x ആണ്. X ന്റെ വാല്യൂ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. So I am getting minus 8 ആണ്. So 8 volt along negative x axis. Answer is option 1. 13th question, I know work done in a moving charge Q on the surface of a given charged conductor ആണ്. So if I have a charge conductor, potential will be constant. എല്ലാ പോയിന്റിലും potential constant ആയിരിക്കും. Constant potential ആണ്, work done is equal to Q delta V. I know work done equal to basically Q delta V ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്, ഡെൽറ്റ വി 0 ആയിരിക്കും. സോ ഐ എം ഗെറ്റിംഗ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുകയാണ്. ആൻസർ ഈസ് ഓപ്ഷൻ 4. ഒരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസിൽ നമ്മൾ ഈ സിമിലർ റൂള് പഠിച്ചിട്ടുണ്ട്. സോ വെൻ എ ചാർജ് ഈസ് മൂവിങ് ഓവർ ആൻ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് വർക്ക് ഡൺ വിൽ ബി 0 എന്ന്. സെയിം കോൺസെപ്റ്റ് തന്നെ ഇവിടെയും വരിക. ഓക്കെ, so next question, identical piece of germanium and copper are taken and cooled ആണ്. So copper is a conductor ആണ്, I know, and germanium is a semiconductor. Germanium, I know it is a semiconductor. Germanium is a semiconductor ആണ്. So both behave differently, right? Semiconductor. So when copper is cooled, the resistance or resistivity decreases and germanium cool ചെയ്യുമ്പോൾ their resistance increases ആണ്. I know because semiconductorsന്റെ കേസിൽ ഫ്രീ ചാർജ് ക്യാരിയേഴ്സ് കുറവാണ്. So when I'm heating only they are getting more charge, more particles, more electrons, free electrons അവർക്ക് കിട്ടുക. സോ അവരുടെ ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി ഓർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുക. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവർ 15th ക്വസ്റ്റ്യൻ, 2 ഇലക്ട്രിക് ബൾബാണ്. അവരുടെ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ ഇസ് ഗിവൺ ആൻഡ് ഐ ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ പവർ. So I know power is equal to V square divided by R and power is V square divided by R. So in this case, I know power is, they are connected in parallel. So voltage is same. P is inversely proportional to R. So I can write P1 by P2, direct answer ആണ്. P1 by P2 is equal to R2 divided by R1 and I am getting 2 by 1 എന്ന് ആൻസർ കിട്ടും. ആൻസർ will be option 1 ആയിരിക്കും. Next question, consider the following two statements ആണ്. Kirchhoff junction law follows from conservation of charge. Correct ആണ്. So charge entering exiting same ആയിരിക്കും. Loop rule obeys conservation of energy ആണ്. Yes. So രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കേസാണ് ഇതെല്ലാം. ആൻഡ് 17th question, in a meter bridge നമുക്കറിയാം മീറ്റർ ബ്രിഡ്ജിന്റെ കേസിൽ ഫ്രം ദ ലെഫ്റ്റ് എൻഡ് ബാലൻസിങ് ലെങ്ത് ഫ്രം ദ ലെഫ്റ്റ് എൻഡ് ഈസ് given is found to be 20 ആണ്.
So I know L divided by 100 minus L is equal to R1 by R2. Okay, I am writing like this. ഈ R1 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അറ്റ് ദ ലെഫ്റ്റ് എൻഡ് ആണ്. സോ ഇത് ലെഫ്റ്റ് എൻഡിലെ, ബിക്കോസ് L എന്ന് പറയുന്നത് ഞാൻ ലെഫ്റ്റ് എൻഡിലെ കൺസിഡർ ചെയ്യുകയാണ്. ആൻഡ് R2 വിൽ ബി ഓൺ ദ റൈറ്റ് എൻഡ് ആണ്. ഓക്കെ, so L is 20 divided by 100 minus 20 is 80 equal to R1. ലെഫ്റ്റ് എൻഡിലെ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് 1 ohm in the right end. So R1 divided by 1 എന്ന് കൊടുത്തിട്ടുണ്ട്, 1 ohm is given. So I am getting, കട്ട് ചെയ്യുമ്പോൾ 4 കിട്ടും. R1 I am getting as 1 by 4 and the answer will be 0.25 ohms ആണ്. നിങ്ങളിവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് നിങ്ങൾ ലെഫ്റ്റ് എൻഡ് റൈറ്റ് എൻഡ് എന്നുള്ള ആ പോയിന്റ് കൺസിഡർ ചെയ്യാതെ വെറുതെ R1 by R2, ഐ മീൻ L by 100 minus L equal to സിംപ്ലി R1 by R2 എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ R1നും R2നും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് വാല്യൂസ് പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടില്ല. Okay, so answer is option 4 ആണ്. Next question, when a ferromagnetic substance is heated, ferromagnetic substance heated, it become below Curie temperature, above Curie temperature it become paramagnetic ആണ്, we know. A coil of resistance is given, inductance is given, the energy stored in the coil are ചോദിച്ചിരിക്കുന്നത്. So I know energy stored in an inductor or a coil is half L I square ആണ്. The value of L is given 5 ആണ്. I direct കൊടുത്തിട്ടില്ല, but voltage and resistance given. So I know 100 divided by 20 ആണ്, 5 അല്ലേ, 5 square. So I am getting 125 divided by 2 എന്ന് കിട്ടും. 125 by 2 is 62.5, right? 20th question, an LCR circuit, series circuit ആണ്. Potential difference across RLC is given. Okay, so നമ്മൾ ഇംപിഡൻസ് ട്രയാങ്കിൾ ഓർ ഇംപിഡൻസ് ട്രയാങ്കിൾ പഠിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇംപിഡൻസ് ട്രയാങ്കിളിന് കറസ്പോണ്ടിങ് ആയ ഒരു വോൾട്ടേജ് ട്രയാങ്കിൾ ഉണ്ട്. ആ സെയിം വേയിൽ വരച്ചാൽ മതി. ഇത് ഫേസ് ഡിഫറൻസ് ആണ്. ഇത് വോൾട്ടേജ് അക്രോസ് LCR സർക്യൂട്ട് ആണ്. ഇത് VC മൈനസ് VL ഓർ VL മൈനസ് VC ആണ്. ഇത് VR ആണ്. റെസിസ്റ്റൻസ് എഴുതുന്നതിന് പകരം കറസ്പോണ്ടിങ് വോൾട്ടേജസ് നോട്ട് ചെയ്താൽ മതി. So from this I can write V is equal to root of, what is VC minus VL? VC minus VL is 100 minus 60 ആണ്, 40 ആണ്. 40 square plus 30 square വരും. I am getting 50 as the answer. ഒന്നും ചെയ്യണ്ടല്ലോ, ഡയറക്റ്റ് കിട്ടണം. Okay, so the answer will be option 3. Next question, the speed of electromagnetic wave depend upon ആണ്, medium in which it travels ആണ്, വേറൊന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, we know. Okay, next question, shear strain is possible in the case of, shear strainum Young's modulus or Young's modulus and rigidity modulus applicable in the case of, majority നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്ന in the case of solidsന്റെ കേസിലാണ്. Young's modulusum rigidity modulusum we are applying in the case of solids ആണ്. Bulk modulus നമുക്ക് solid, liquid, gas എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. So the shear modulus is actually a rigidity modulus. Shear modulus എന്ന് വെച്ചാൽ rigidity modulus തന്നെയാണ് അല്ലേ. So our answer is option 1. Okay അല്ലേ. Next question, a hole is drilled, a copper sheet, diameter of the hole is given at 27 degrees Celsius ഉള്ള ഹോളിൻ്റെ ഡയമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് ദ ഹോൾ വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന് കോപ്പറിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഒന്നും കൊടുത്തിട്ടില്ല, ആൽഫ ഒന്നും കൊടുത്തിട്ടില്ല. ബട്ട് യു ഡോണ്ട് വാണ്ട് ടു ഫൈൻഡ് ദ ആൻസർ. നിങ്ങൾ ജസ്റ്റ് അതിൽ ഈ ആൻസറിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. സോ കാൽക്കുലേറ്റ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി. വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, എക്സ്പാൻഷൻ, തെർമൽ എക്സ്പാൻഷൻ ഉണ്ടാവും. സോ എനിവേ ഡയമീറ്റർ കൂടും അല്ലേ. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് മാക്സിമം അറ്റ് 4 degrees Celsius. നമുക്കിതറിയാം, അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ ആണ് നമ്മൾ പറയില്ലേ. ഇവൻ ഹിമാലയത്തിലൊക്കെ ഇവനെ ഒരു ലേക്കിൻ്റെ സർഫസ് ഐസ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വാട്ടർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ വരെ പഠിച്ചിട്ടുള്ള കേസാണ്. സോ ഇതിൻ്റെ റീസൺ പറയുന്നത് എന്താണെന്ന് നോക്കാം. വാട്ടർ ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ് ഓഫ് വോളിമെട്രിക് എക്സ്പാൻഷൻ ആണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ടെമ്പറേച്ചർ റേഞ്ച്. അതും കറക്റ്റ് ആണ് അല്ലേ. സപ്പോസ് വാട്ടർ ഈസ് ഹീറ്റഡ് ഫ്രം എ ഹൈ ടെമ്പറേച്ചർ, ഒരു ഹൈ ടെമ്പറേച്ചർ ടു സപ്പോസ് ഒരു 4 degrees Celsius വരെ ഞാൻ ഇതിനെ കൂൾ ചെയ്യുന്ന ടൈമിൽ ഇറ്റ്സ് ഡെൻസിറ്റി, ഇതിൻ്റെ ഡെൻസിറ്റിക്ക് എന്ത് പറ്റും, ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുക. ആൻഡ് 4 degrees Celsius ടു 0 degrees Celsius ആകുമ്പോൾ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് എന്ത് പറ്റും, ഡെൻസിറ്റി കുറയും. ഓക്കെ, സോ ഡെൻസിറ്റി മാക്സിമം ആവുന്ന സിറ്റുവേഷൻ ഏതാണ്? ഡെൻസിറ്റി വിൽ ബി മാക്സിമം അറ്റ് 4 degrees Celsius ആണ്. സോ അത് കറക്റ്റ് ആണ് അല്ലേ. ഡെൻസിറ്റി മാക്സിമം 4ലാണ്. ആൻഡ് ആഫ്റ്റർ 4 ഡെൻസിറ്റി കുറഞ്ഞ് ആ സർഫസിലേക്ക് നമ്മൾ മോർ ഐസ് ഒക്കെ സർഫസിലേക്ക് വരികയാണ്. സോ ദാറ്റ്സ് കറക്റ്റ് ആണ്. ബട്ട്
കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ, റീസൺ കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് റീസൺ, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, എക്സ്പ്ലനേഷൻ കറക്റ്റ് അല്ല, റൈറ്റ്. എക്സ്പ്ലനേഷൻ ആക്ച്വലി കെമിക്കൽ ബോണ്ടിങ്ങിനാണ്, ഹൈഡ്രജൻ്റെ കെമിക്കൽ ബോണ്ടിങ് റിലേറ്റഡ് ആണ്. സോ നമ്മുടെ ആൻസറും അസേർഷനും റീസണും ഒക്കെ കറക്റ്റ് ആണ്, ബട്ട് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 2 ആണ്. Which of the following methods will enable the volume of ideal gas to be increased by 4 times ആണ്? I know PV is equal to nRT. Ideal gas എന്ന് പറയുമ്പോഴേ ഞാൻ ഈ ഇക്വേഷൻ ഓർമ്മ വരുന്നത്. സോ വോളിയം ആണ്, V is equal to nRT by P ആണ്. സോ ഹൗ ക്യാൻ ഐ മേക്ക് ദ വോളിയം ടു ബി 4 times എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം 4 times ആവണമെങ്കിൽ ടെമ്പറേച്ചർ ഡബിൾ ആയി പ്രഷർ റെഡ്യൂസ് ടു ഹാഫ് ആണെങ്കിൽ വരും. സെക്കൻഡ് കേസോ ടെമ്പറേച്ചർ ഇത് രണ്ടും ഡബിൾ ആയി വരില്ല. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 1 ആയിരിക്കും, റൈറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവർ 26th ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് എ ടൈം പീരീഡ് ടി ആണ്. ദെൻ ദി ടൈം പീരീഡ് ഓഫ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി. Okay, so total mechanical energy, I know total mechanical energy is constant, right? Total mechanical energy constant, kinetic energy, potential energy ആണ് വേരി ചെയ്യുക. ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ദാറ്റ് മീൻസ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് നോട്ട് ചേഞ്ചിങ്. സോ ഫ്രീക്വൻസി ഒന്നുമില്ല, ഫ്രീക്വൻസി 0. ഫ്രീക്വൻസി 0 ആണെങ്കിൽ ടൈം പീരീഡ് വിൽ ബി 1/0 വിച്ച് ഈസ് ഇൻഫിനിറ്റി. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മോസ്റ്റ് പ്രിസൈസ് റീഡിംഗ് ആണ് ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് മോർ നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് കുറേ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്കറിയാം ലീസ്റ്റ് കൗണ്ട് കൂടുതലായിരിക്കും. സോ ദ ഡിവൈസ് വിൽ ബി മോർ ആക്യുറേറ്റ്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 3 ആണ് അല്ലേ? ഇതേപോലെ നിങ്ങളോട് കുറച്ച് ഡിവൈസസിൻ്റെ ലീസ്റ്റ് കൗണ്ട് തന്നിട്ട് ഏത് ഡിവൈസ് ആണ് മോർ ആക്യുറേറ്റ് എന്ന് ചോദിച്ചാലും ലീസ്റ്റ് കൗണ്ട് ഏറ്റവും കുറവുള്ളത്, ദാറ്റ് മീൻസ് 0.00001 എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ആക്യുറേറ്റ് ആയിരിക്കും. എത്ര ചെറിയ റീഡിംഗ് വരെ ഇറ്റ് ക്യാൻ മെഷർ എന്നുള്ളതാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഈ സെയിം പാറ്റേണിൽ അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ അല്ലേ? So 28th question, a body in one dimensional motion has 0 speed at an instant എന്ന് പറയുന്നുണ്ട്. സോ അതിന് 0 സ്പീഡ്, ഒരു പോയിന്റിൽ 0 സ്പീഡാണ്. 0 സ്പീഡ് ആണെങ്കിൽ ഐ എം ഷുവർ ദാറ്റ് വെലോസിറ്റി വിൽ ഓൾസോ ബി 0 ആയിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ഓപ്ഷൻ? 0 സ്പീഡും 0 വെലോസിറ്റി ഒക്കെ ആണെങ്കിൽ ആക്സിലറേഷന് 0 വരണ്ടേ? സോ 1ഉം 2ഉം ആൻസർ വരാൻ പോസിബിലിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ തിങ്ക് ചെയ്തോ? ഇല്ല, ബിക്കോസ് നിങ്ങൾക്കറിയാം വെൻ ആൻ ഒബ്ജക്റ്റ് ഐ എം ത്രോയിങ് അപ്പ്, ഒരു ഒബ്ജക്റ്റ്, ഒരു ബോൾ ഒരു ഹൈറ്റിലേക്ക് എത്തുന്നു, അറ്റ് ദ മാക്സിമം ഹൈറ്റ് ഐ ക്യാൻ സേ വെലോസിറ്റി ഓർ സ്പീഡ് ഈ 0 ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് അണ്ടർ ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, സോ ഒബ്ജക്റ്റിന് 0 സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ആക്സിലറേഷൻ 0 ആവണമെന്ന് നിർബന്ധമില്ല, മസ്റ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ അത് ദർ ഈസ് എ പോസിബിലിറ്റി, ബട്ട് ആൻസർ ഈസ് ഓപ്ഷൻ 1 ആയിരിക്കും, റൈറ്റ്. So 29th question, 2 projectiles ആണ്, π/4 plus theta, π/4 minus theta. So complementary angles of projection ആണെങ്കിൽ ranges will be same ആയിരിക്കും, നമുക്കറിയാം. ആൻസർ will be option 3. 30th question, swimming is possible in the account of Newton's third law ആണ് അല്ലേ? സ്വിമ്മിങ് പോസിബിൾ ആവുന്ന ന്യൂട്ടൺസ് തേർഡ് ലോ ആണ്, നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പുള്ളിയുടെ ക്വസ്റ്റ്യൻ ആണ്. അതിനോ ആക്സിലറേഷൻ ഓഫ് എ പുള്ളി, വി നോ ദ ഇക്വേഷൻ. എങ്കിലും ഇക്വേഷൻ പഠിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ യു ക്യാൻ സ്റ്റഡി ലൈക്ക് ദിസ്. എന്ത് ആക്സിലറേഷൻ ആണെങ്കിലും ജസ്റ്റ് നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ഏത് ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ ആണെങ്കിലും ഇറ്റ് വിൽ ബി ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്ന അതിനോ 10 kilogram. Yeah, 10 kilogram is trying to move the pulley downwards ആണ്. ഈ 5 kg ആണ് trying to move it up ആണ്. So the net force എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും സെയിം ഡയറക്ഷൻ അല്ല. So the difference I should take 10g acceleration due to gravity, weight എന്ന് പറഞ്ഞാൽ 10 into g minus 5g divided by total mass is 15. So I am getting 5g by 15 and the answer will be g by 3. Answer will be option 4 ആയിരിക്കും, right. 31 ആയിരുന്നു ക്വസ്റ്റ്യൻ. നൗ 32. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിപ്പെൻഡ്സ് അപ്പോൺ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, ദി പൊസിഷൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യും. സോ എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. ആൻസർ വിൽ ബി ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൂത്ത് ടേബിൾ ഈസ് ഗിവൺ. ഓക്കെ, സോ ദ വാല്യൂ 0 0 ആകുമ്പോൾ ആൻസർ 1 വരണം. 0 1 ആണ് 1. സോ ഇറ്റ് വിൽ ബി എനിവേ നോറോ നാൻഡോ ആയിരിക്കും. അതിൽ തന്നെ 0 0 വരുമ്പോൾ 1 വരണമെങ്കിൽ സോ ദ ആൻസർ വിൽ ബി നാൻഡ് ആയിരിക്കും അല്ലേ, റൈറ്റ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ കിട്ടുക. നിങ്ങൾ നോക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് വരുത്തിയോ? എനിക്കൊരു ലൈക്ക് ഇൻപുട്സ് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നോർമലി നമ്മൾ ഇൻപുട്സ് 0 0 0 1 അങ്ങനെയാണ് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും അല്ലേ.
So the next 34th question. Electron in hydrogen atom jumps from third orbit to second orbit. So frequency ആണ് ചോദിച്ചിരിക്കുന്നത്. I know the wave number equation എനിക്കറിയാം. 1 by lambda is equal to r into 1 by n1 square minus 1 by n2 square ആണ്. സോ ഈ n1 ൻ്റെ n2 ആറ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. n1 ൻ്റെ വാല്യൂ 1 by 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 മൈനസ് 1 by 9 ആണ്. r2 n2 എന്ന് പറയുന്നത് 3 അല്ലേ, തേർഡ് ഓർബിറ്റ്. സോ 9 minus 4 is 5r divided by 9 into 4 is 36 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 by lambda. എനിക്ക് 1 by lambda അല്ല, ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു c by lambda. ഒരു c വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. 5rc divided by 36. ആൻസർ വിൽ ബി ഓപ്ഷൻ 2 ആയിരിക്കും. Yes. Next question, a figure is given. So two charges Q1 and Q2 is there. So charge like electric field lines are radially outwards ആണ് in both cases, Q1 ൻ്റെയും Q2 ൻ്റെയും കേസിൽ. So I can say the charges anyway positive ആയിരിക്കും. And magnitude ആർക്കായിരിക്കും കൂടുതൽ? So the one having more electric field lines. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. മോർ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മീൻസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓർ ദ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്റർ ആയിരിക്കും. സോ Q1 വിൽ ബി ഗ്രേറ്റർ. Q1 ഗ്രേറ്റർ ആണ്, ആൻസർ വിൽ ബി ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദി ഡയഗ്രാം ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി ടെർമിനൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹിയർ കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ദി സെൽ ടുവേർഡ്സ് ദി സെല്ലാണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ കേസ് ഓഫ് ചാർജിങ് ആണ്, ചാർജിങ് ഓഫ് എ സെല്ലാണ്. ചാർജിങ്ങിൻ്റെ കേസ് നമ്മൾ ഡയറക്റ്റ് V is equal to epsilon minus IR ഉണ്ട്. ഇതല്ലെങ്കിൽ റൂൾസ് യൂസ് ചെയ്തും നമ്മുടെ സൈൻ കൺവെൻഷൻ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, V is equal to epsilon plus IR വരും. 37th ക്വസ്റ്റ്യൻ, നമ്മുടെ 37th ക്വസ്റ്റ്യൻ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനോ ഈ 2 ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന 2 ohm ആൻഡ് the two 2 ohms ആർ പാരലൽ ആണ്, റൈറ്റ്. ഇത് 2 ohm, this is also 2 ohm. And from this common point again I am having a 4 ohm and the another 4 ohm. ഇവരും എങ്ങനെയാണ്, പാരലൽ ആണ്, 4 ohm 4 ohm. സോ പാരലൽ ആണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് 2 by 2 1 ohm വരും ഇവരുടെ ഇഫക്റ്റീവ്. ഇവരുടെ 4 by 2 2 ohm വരും. സോ ദ ആൻസർ വിൽ ബി എനിവേ ദ ഇഫക്റ്റീവ് വിൽ ബി 3 ohm വരും, റൈറ്റ്. 38th ക്വസ്റ്റ്യൻ LCR സർക്യൂട്ട് ആണ്. സോ ദ വോൾട്ടേജ് അക്രോസ് V1 ആൻഡ് V2 എല്ലും സിയും 300 ആണ്. സോ ഐ നോ വെൻ XC is equal to വോൾട്ടേജ് ഇവർക്ക് രണ്ടുപേർക്കും അക്രോസ് ആയിട്ടുള്ള സെയിം ആണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ഇവിടെ വോൾട്ടേജ് അക്രോസ് V3 എന്ന് പറയുന്നത് എനിവേ 220 ആയിരിക്കും. ബിക്കോസ് രണ്ട് വോൾട്ടേജും സെയിം ആണ്, അതുവഴി കറണ്ട് ഫ്ലോ ലൈക്ക് രണ്ട് പോയിന്റിൽ വോൾട്ടേജ് സെയിം ആണ് വരിക. സോ ദ വോൾട്ടേജ് V3 എനിവേ 220 വോൾട്ട് ആണ്. അങ്ങനത്തെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഐ ഷുഡ് ഫൈൻഡ് ദ കറണ്ട് ഓൾസോ. കറണ്ട് I is equal to V by R ആണ്. റെസിസ്റ്റൻസ് ഈസ് ഗിവൺ. സോ 220 divided by 100 ആണ്. ഐ എം ഗെറ്റിംഗ് 2.2 ആംബിയേഴ്സ് ആണ്. ഓപ്ഷൻ 2 ആണ്. 38 ഓപ്ഷൻ 2. 39th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പവർ ആണ് കൊടുത്തിരിക്കുന്നത്. പവർ 5% ഓഫ് ദി പവർ ഓഫ് ഇലക്ട്രിക് ബൾബ് ഈസ് കൺവേർട്ടഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആവറേജ് ഇൻറ്റൻസിറ്റി ആണ്. സോ ഇൻറ്റൻസിറ്റി ഐ നോ പവർ ബൈ ഏരിയ, റൈറ്റ്. ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു പവർ ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. സോ പവർ ഈസ് 100 വോട്ട് അല്ല, അതിൻ്റെ 5%. സോ 100 into 5 by 100. ഏരിയ ഈ സർഫസ് ഏരിയ വിച്ച് ഈസ് 4 pi r square, 10 square ആണ്. So 100 cancels and I am getting 5 divided by 4 pi into 10 square ആണ്. Answer is option 2 ആണ് നമുക്ക് കിട്ടുക, right? Okay. So 40th question. Okay, so lift accelerating up ആണ്. So we know the effective acceleration equal to a plus g ആയിരിക്കും. Effective acceleration equal to a plus g ആയിരിക്കും. And pressure general equation I know h rho g ആണ്. ഇവിടെ h rho g plus a എന്ന് വരും. Okay, so the answer will be option 3. 41, at is in a certain amount of ideal monoatomic gas needs 20 joule of heat to rise its temperature by 10 degrees Celsius. Constant pressure nu thannitundu. So I know Q is equal to NCP delta T. CP I am using because they have given constant pressure nu thannitundu alle. So 20 equal to N into CP the value monoatomic and CP is 5 by 2. Delta T is 10 ആണ്. So I am cancelling, I am getting N is equal to 20 by 25 എന്ന് ആൻസർ കിട്ടും, റൈറ്റ്. സോ ഹീറ്റ് നീഡഡ് ടു സെയിം ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ചോദിച്ചിട്ടുണ്ട്. സോ യു ക്യാൻ യൂസ് ദ സെയിം ഇക്വേഷൻ. ഐ നോ Q is equal to NCV delta T. എന്നിൻ്റെ വാല്യൂ 20 by 25 ആണ്. സി വിയുടെ വാല്യൂ ഇൻ ദ കേസ് ഓഫ്
കോൺസ്റ്റൻറ്റ് വോളിയം അല്ലേ, സോ 3/2 മോണോറ്റോമിക് ആണ്, സി വി ഈസ് 3/2. ഡെൽറ്റ ടി ഈസ് അഗെയിൻ 10, സോ 5. സോ 5. സോ വാട്ട് ഐ എം ഗെറ്റിംഗ്, ഇവിടെ ഒരു 4 വരും. സോ ഐ എം ഗെറ്റിംഗ് 12 joules, റൈറ്റ്? 12 joules ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓപ്ഷൻ ആൻസർ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ആണ്. റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 2 വേവ്സിൻ്റെ റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് വിൽ ബി ദ വെക്ടർ സം ആണ്. സോ വെക്ടർ സം കണ്ടുപിടിക്കണം, ഒന്ന് സൈനും ഒന്ന് കോസും. സോ ഐ നോ ലൈക്ക് സൈൻ 90 + θ ആണ് കോസ് തീറ്റ. സൈൻ 90 + θ ആണ് കോസ് തീറ്റ. ആൻഡ് ഹിയർ ഐ ഷുഡ് റൈറ്റ് ഫസ്റ്റ് y1 = സൈൻ ഒമേഗ ടി മൈനസ് kx ആണ്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ, അത് സൈൻ്റെ ടേംസിലാണ്. സെക്കൻഡിനെ നമുക്ക് ആ ഫേസിനെ സൈൻ്റെ പാർട്ട് മാത്രം, ഐ ക്യാൻ റൈറ്റ് ദ കോസിനെ ഞാൻ സൈൻ്റെ ടേംസിൽ എഴുതാണ്. സെക്കൻഡ് വേവിൻ്റെ സൈൻ ഒമേഗ ടി മൈനസ് kx, ഒരു π/2 or 90 കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ സൈൻ്റെ ടേംസിൽ എഴുതാം, π/6. യു ഗോട്ട് ഇറ്റ്? അതായത് ഇഫ് ഐ എം റൈറ്റിംഗ് കോസ് ഒമേഗ ടി മൈനസ് kx പ്ലസ് π/6ഉം സൈൻ്റെ ടേംസിൽ ഒരു π/2 ആഡ് ചെയ്ത് കൊടുത്താൽ ഇത് രണ്ട് സെയിം ആണ്, യു നോ ദാറ്റ്. ആഡ് ചെയ്യുമ്പോൾ വോട്ട് ഐ എം ഗെറ്റിംഗ് 6 8 π/. സോ ദ ഫേസ് ഡിഫറൻസ് വിൽ ബി ഇവരുടെ ഡിഫറൻസ് ആണ്. ഇനി ഇത് രണ്ടുകൂടെ ഡിഫറൻസ് എടുത്ത് ഐ എം ഗെറ്റിംഗ് ദ ഫേസ് ഡിഫറൻസ്. സോ സോ ഐ എം ഗെറ്റിംഗ് 8 π/12 വരും. സോ 2 π/3 ആണ് ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ആംപ്ലിറ്റ്യൂഡാണ്. സോ ഐ ഷുഡ് റൈറ്റ് റൂട്ട് ഓഫ് വെക്ടർ സം അല്ലേ, a0² പ്ലസ് a² പ്ലസ് b² പ്ലസ് 2a0² കോസ് 2π/3. cos 2π/3 is cos 120 minus 1/2 ആണ്. So I am getting A0 as the answer. Answer is option 3 ആണ് വരിക. Okay. Next question, a body moving with uniform acceleration ആണ്. I can write v² minus u² equal to 2as ആണ്. റസ്റ്റിലാണെങ്കിൽ I can write u is equal to 0 എന്ന് കൊടുത്താൽ v² proportional to distance ആണ്. So I want to find the relation between v² and distance. So graph will be parabolic ആയിരിക്കും. Answer will be option 3. 44th question, acceleration ആണ് ചോദിച്ചിരിക്കുന്നത്. So the same equation I am using, acceleration equal to net force divided by total mass. So here I know net force എന്ന് പറയുമ്പോൾ നമ്മുടെ 2m ഉം 3m ഉം will trying to move the pulley down and m will trying to move the pulley up ആണ്. So 5m minus m, I am getting 4mg divided by 6m എന്ന് കിട്ടും. mm cancels and I am getting 2g/3 കിട്ടും. Answer will be option 3 ആയിരിക്കും കിട്ടുക. Yeah, answer will be our option 3. So next question, our last question ആണല്ലേ. Two bodies m1 and m2 have kinetic energy. Kinetic energy I know p²/2m ആണ്. Kinetic energy equal to p²/2m. Kinetic energy if constant, question കൊടുക്കുന്നുണ്ട്, they are having same kinetic energy. So I know p² is directly proportional to m. So I know p1/p2 is equal to root of m1/m2 ആണ്. So answer will be root of m1 and m2, m1/m2, 45, option 2 ആണ് കിട്ടുക. നല്ലൊരു എക്സാം ആയിരുന്നു അല്ലേ, അത്യാവശ്യം നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, സോ താങ്ക് യു ഓൾ, ബൈ. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ മുൻപോട്ടേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എൻഡ് പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ കുറച്ചധികം ദിവസങ്ങൾ കൂടിയുള്ളൂ. എന്നിരുന്നാൽ പോലും നമുക്ക് ഇനി മുൻപോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് എവിടെയാണോ നമ്മൾ വീക്കറായിട്ടുള്ള പോർഷൻ അതിൽ നമ്മൾ കൂടുതൽ കണ്ടെത്തി അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ നമ്മുടെ മെമ്മറിയിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയും എക്സാംസ് എഴുതിയതാണ്. പുതിയൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ കണ്ണടച്ച് നോക്കുമ്പോൾ നമുക്കത് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ പോലും നമുക്കൊരു എക്സാം ടൈമിൽ നമ്മളെ കൊണ്ട് അത് പോസിബിൾ ആണ്. അപ്പം നമ്മളിൽ തന്നെ വിശ്വസിക്കുക, കോൺഫിഡൻസ് കളയാതെ നോക്കുക, മുൻപോട്ടേക്ക് ഏറ്റവും നന്നായിട്ട് നമ്മൾ നീങ്ങുക. ഓക്കെ, നമുക്ക് ഈ ഒരു എക്സാമിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യന് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഗ്യാസസ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഇവിടെ ആ നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ചോദിക്കുന്നതെങ്കിലും നമ്പർ ഓഫ് മോൾസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെന്ന് നമുക്കറിയാം. നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അവിടെ നമ്മൾ തെറ്റിക്കാനുള്ള സാധ്യതയുള്ളത് ഈ മോളാർ മാസ് എടുക്കുന്നതിലാണ്. മോളിക്യൂളാണ് മോളാർ മാസ് ആണ് എടുക്കേണ്ടത്, മോളിക്കുലാർ മാസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ 16 ഡിവൈഡഡ് ബൈ 32 ആണ്. സെക്കൻഡ് ഓപ്ഷൻ എടുക്കുമ്പോൾ 28 ഡിവൈഡഡ് ബൈ 28 ആണ്. സെയിം നമ്പർ ഓഫ് മോൾസ് ആണ് നോക്കി വെച്ചാൽ മതി. അല്ല, അതുകൊണ്ട് അത് ആൻസർ അല്ല. രണ്ടാമത്തെ ക്വസ്റ്റനിൽ 8 ഡിവൈഡഡ് ബൈ 32 ആണ്. അതേപോലെ തന്നെ 11 ഡിവൈഡഡ് ബൈ 44 ആണ്. രണ്ടിടത്തും 1/4 അല്ലേ വരുന്നത്. സെയിം നമ്പർ ഓഫ് മോൾസ് ആയതുകൊണ്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആണ്. കറക്റ്റ് ആൻസർ.
47th ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പർ റെപ്രസെൻറ്റ് ദ ലോവസ്റ്റ് എനർജി ലെവലാണ്. എനർജി ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടി കോണ്ടന്റ് നമ്പേഴ്സ് വരുമ്പോൾ എനർജി ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടി N+L റൂൾ ഉപയോഗിച്ചാൽ മതി. N+L വാല്യൂ ആർക്കാണോ കൂടുതൽ അവനാണ് എനർജി കൂടുതൽ. N+L വാല്യൂ കുറവാണെങ്കിൽ എനർജി കുറവായിരിക്കും. ഇനി ഏതെങ്കിലും കാരണവശാൽ സെയിം N+L വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? N വാല്യൂ കുറവുള്ള ആൾക്കായിരിക്കും എനർജി കുറവ്. അപ്പം ജസ്റ്റ് നമ്മൾ ആ N+L വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച് നോക്കുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും N+L വാല്യൂ എന്ന് പറയുന്നത് 3, 4, 5, 4. അപ്പോൾ എന്താണെങ്കിലും നോക്കുമ്പോൾ തന്നെ ഏറ്റവും കുറവ് N+L വാല്യൂ വരുന്ന ഓപ്ഷൻ നമ്പർ 1 ആണ്. കണ്ണടച്ച് നമുക്കത് ആൻസർ മാർക്ക് ചെയ്യാം. ഇനി എന്നോട് ഇങ്ങനെ ചോദിക്കുവാണ്, സാറേ 2 ആണോ 4 ആണോ N+L വാല്യൂ സെയിം ആണല്ലോ, അപ്പോൾ അവരിൽ ആർക്കാണ് എനർജി കുറവെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ കൺസിഡർ ചെയ്യേണ്ടത്? N+L വാല്യൂവിൽ സെയിം ആണെങ്കിൽ ആർക്കാണോ N വാല്യൂ കുറവ് അയാൾക്കായിരിക്കും എനർജി കുറവ്. അപ്പോൾ അങ്ങനെ 2ഉം 4ഉം തമ്മിലുള്ള ഓപ്ഷൻ കമ്പയർ ചെയ്യുവാണെങ്കിൽ നിർബന്ധമായിട്ടും ആൻസർ 2ഉം 4ഉം തമ്മിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ എനർജി കുറവ് ആർക്കായിരിക്കും? 2നായിരിക്കും. എനിവേ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ എനർജി ഏറ്റവും കുറവ് ആർക്കാണോ? ഓപ്ഷൻ നമ്പർ 1. 48th ക്വസ്റ്റ്യൻ, ദ എലമെന്റ് വിത്ത് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി? ഇവരൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നോബിൾ ഗ്യാസ് ഉണ്ടോ അത് നമുക്ക് കണ്ണടച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, കണ്ണ് അടയ്ക്കേണ്ട, കണ്ണ് തുറന്ന് ബബിൾ ചെയ്യണം കേട്ടോ. ഓക്കെ. ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഡസ് ദ സെൻട്രൽ ആറ്റം ഒബേസ് ദ ഒക്ടറ്റ് റൂൾ? ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്നത് നോബിൾ ഗ്യാസ് കൺസിഡർ ചെയ്യുകയേ വേണ്ട. അലുമിനിയം ക്ലോറൈഡിന്റെ കേസിൽ നമുക്കറിയാം ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആണ്. അപ്പം ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്നത് NH3. ദ ഷേപ്പ് ഓഫ് I3- ലീനിയർ. ഫോർ ആൻ അഡയബാറ്റീവ് പ്രോസസ്സ് കണ്ണടച്ച് നമുക്ക് ആൻസർ വേണ്ട, നമുക്ക് ആൻസർ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും. ദാറ്റ് ഈസ് Q = 0. ഞാനത് എടുത്ത് പറയാനുള്ള കാരണം ഓപ്ഷൻ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോണം. കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ബബിൾ ചെയ്യുന്നത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. സീരിയസ് ആകേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് ബബിളിങ്ങിലെല്ലാം വളരെ കെയർഫുൾ ആയിരിക്കണം. ഇനിയും വരുത്തുന്ന മിസ്റ്റേക്കുകൾ തിരുത്താനുള്ള അവസരങ്ങൾ നമുക്ക് മുൻപോട്ട് പോകും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഫാക്റ്റ് മനസ്സിലാക്കുക. ഓക്കെ. എനിവേ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ KC തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിച്ചേക്കുന്നത്. KP = KC × RT വിത്ത് പവർ ΔNG. ΔNG നമ്മൾ കണ്ടുപിടിക്കുന്നു. ΔNG എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് കോമ്പണന്റ് മാത്രമേ എടുക്കാവുള്ളൂ. പക്ഷേ തന്നിരിക്കുന്ന റിയാക്ഷനിലെല്ലാം ഗ്യാസ് ആയതുകൊണ്ട് പ്രശ്നമില്ല. ΔNG എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? -1 അല്ലേ? ഓപ്ഷൻ ഏതാ വരേണ്ടത്? ഓപ്ഷൻ നമ്പർ 2. ഓക്കെ. 53rd ക്വസ്റ്റ്യൻ, pKa വാല്യൂ തന്നിട്ടുണ്ട്. സ്ട്രോങ്ങസ്റ്റ് ആസിഡ് pKa വാല്യൂ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ആസിഡ്. അപ്പോൾ എവിടെയാണോ pKa വാല്യൂ ഏറ്റവും കുറവ് അവിടെയായിരിക്കും ആസിഡിൻ്റെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ. തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് ആർക്കാ? എയ്ക്കല്ലേ? ഓപ്ഷൻ നമ്പർ 1. 54th ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറയുമ്പോൾ ഒരേ സ്പീഷീസ് ഒരേ സമയത്ത് ഓക്സിഡേഷൻ നടക്കണം, റിഡക്ഷൻ നടത്തണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കൂട്ടുകയും വേണം, അതേപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ കുറയ്ക്കുകയും വേണം. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഓക്സിഡേഷൻ നമ്പർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഓപ്ഷനും വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത് ആർക്കാണെന്ന് നോക്കുക. നമ്മൾ ഓൾറെഡി റിഡോക്സ് റിയാക്ഷനിൽ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളയാൾ ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റുമായിട്ട് ആക്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആരായിട്ടും ഏത് പ്രോസസ്സും നടത്തും? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നടത്തും. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാത്തിലേക്കും പോകുന്നില്ല. ഫോസ്ഫറസിൻ്റെ കേസിൽ നോക്കുമ്പോൾ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് വരുന്നത്. നേരെ മറിച്ച് ഇവിടെ വരുമ്പോൾ ഫോസ്ഫറസിൻ്റെ കേസിൽ എത്ര വരുന്നത്? +1. ഫോസ്ഫൈനിലേക്ക് വരുമ്പോഴത്തേക്കും എത്ര വരുന്നത്? -3. അപ്പോൾ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള ഫോസ്ഫറസ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രോസസ്സ് നടത്തുന്നുണ്ട്? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നടത്തുന്നുണ്ട്. നെക്സ്റ്റ് 55th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ദ സ്റ്റെബിലിറ്റി ഓഫ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഗ്രൂപ്പ് 13 എലമെൻറ്റ്. We know that group 13th element common oxidation state is +3 oxidation state. When we move down the group, what happened to this oxidation state? Due to inert pair effect, oxidation state is decreased by 2 unit. എന്ന് പറഞ്ഞാൽ +3 എന്നുള്ളത് എന്തായിട്ട് മാറും? +1 ആയിട്ട് മാറും. ഈ ഇനേർട്ട് പെയർ ഇഫക്റ്റ് ഏറ്റവും ശക്തമായിട്ട് കാണിക്കുന്ന ആരുടെ കേസിലാണ്? ഏറ്റവും താഴെയുള്ള ആളെ താലിയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ബോറോൺ, അലുമിനിയം, ഗ്യാലിയം, ഇൻഡിയം, താലിയം. ബോറോണിൻ്റെയും അലുമിനിയത്തിൻ്റെയും കേസിൽ ഏതാണ് വരുന്നത്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണുള്ളത്. പക്ഷേ ഗ്യാലിയം, ഇന്ത്യം, താലിയം. അപ്പം ഞാനിവിടെ ഗ്യാലിയത്തിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ +3 കൂടാതെ ഏതും കൂടെ വരുന്നുണ്ട്? +1 ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടെ ഉണ്ട്. 2 യൂണിറ്റ് കുറയുന്നു. ഇവിടെ ഇന്ത്യത്തിൻ്റെ കേസിലുണ്ട് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. താലിയത്തിൻ്റെ കേസിലും +3ഉം +1ഉം ഉണ്ട്. താലിയത്തിൻ്റെ കേസിലും +1 ഉണ്ട്. പക്ഷേ ഈ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണ്? +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനേർട്ട് പെയർ എഫക്റ്റ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള താലിയത്തിൻ്റെ കേസിൽ. പിന്നെ ആർക്കാണ്? ഇന്ത്യം. പിന്നെ ആർക്കാണ്? ഗ്യാലിയം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ നമ്പർ 1 അല്ല വരുന്നത്. ഇതേ പ്രത്യേകത അടുത്ത കേസിലേക്ക് നമ്മൾ പോകുമ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതായത് കാർബൺ ഫാമിലിയിലും വരുന്നുണ്ട്. +4 ആണ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനേർട്ട് പെയർ എഫക്റ്റ് ഉള്ളത് കൊണ്ട് +4 എന്നുള്ളത് +2 ആയിട്ട് മാറും. ദീസ് ഇനേർട്ട് പെയർ എഫക്റ്റ് ഈസ് മാക്സിമം, അല്ലെങ്കിൽ എഫക്റ്റ് ഈസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ആരുടെ കേസിൽ വരും? ലെഡിൻ്റെ കേസിൽ.
ദ ഹാലൈഡ് വിച്ച് ഈസ് നോട്ട് ഇലക്ട്രോളൈസ്ഡ്, നോട്ട് ഹൈഡ്രോളൈസ്ഡ്. ഹൈഡ്രോളൈസ് ചെയ്യണമെങ്കിൽ വേക്കൻറ്റ് ഡി ഓർബിറ്റലിൻ്റെ പ്രസൻസ് ആവശ്യമാണ്. അപ്പം ഈ 4 പേരിൽ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വേക്കൻറ്റ് ഡി ഓർബിറ്റൽ ഇല്ലാത്തത് ആരുടെ കേസിലാണ്? സെക്കൻഡ് ഗ്രൂപ്പിലുള്ള കാർബണിൻ്റെ കേസിൽ. ഓക്കെ. Sodium salt of which one needed for the preparation of butane by decarboxylation? Decarboxylation എന്ന് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡ് അവിടെ ഇവോൾവ് ചെയ്തു. കാർബൺ ഡയോക്സൈഡ് ഇവോൾവ് ചെയ്ത് ബ്യൂട്ടൈൻ കിട്ടണമെങ്കിൽ 4 കാർബൺ ആറ്റം ഉള്ള ബ്യൂട്ടൈൻ കിട്ടണമെങ്കിൽ നമ്മൾ ഏത് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കണം എടുക്കേണ്ടത്? 5 കാർബൺ ആറ്റം ഉള്ള കാർബോക്സിലിക് ആസിഡ് അല്ലേ? തന്നിരിക്കുന്ന ഓപ്ഷനിൽ 5 കാർബൺ ആറ്റം ഉള്ള കാർബോക്സിലിക് ആസിഡ് ഏതാ കൊടുത്തേക്കുന്നത്? ബ്യൂട്ടനോയിക് ആസിഡ്, പെൻറ്റനോയിക് ആസിഡ്. Nitration of aniline in strong acidic medium also give a metanitroaniline. Why? In strong acidic medium, that is in presence of concentrated sulfuric acid and concentrated nitric acid. Nitrating mixture കേസിൽ strong acidic condition ആണ്. This aniline is converted into anilinium ion which is a metadirecting. Okay. ചെയിൻ ഐസോമർ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ഓപ്ഷൻ നമ്പർ 2 ആണ്. തെറ്റിക്കാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ നമ്പർ 3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. പക്ഷേ അവിടെ ശ്രദ്ധിച്ചോണം, അവിടെ ബ്രാഞ്ചിങ്ങിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പ്രശ്നം എന്താണ്? കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം അവിടെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാൻ സാധ്യത, അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റിയലൈസ് ചെയ്തോണം, തെറ്റ് വരുത്തിയത് വളരെ കെയർഫുൾ ആയിരിക്കണം. The most suitable method for the separation of 1:1 mixture of ortho and para-nitrophenol, steam distillation. നമ്മളത് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. നൈട്രജൻ ഡിറ്റക്ഷൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ലസാഗ്നസ് ടെസ്റ്റ്. ദ ബ്ലൂ കളർ ഫോംഡ് കറസ്പോണ്ടിങ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർമുല? ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ദ മേജർ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. കാണുമ്പോൾ തന്നെ നമുക്കറിയാം പെറോക്സൈഡ് ഉണ്ട്. പെറോക്സൈഡ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു അൺസിമെട്രിക്കൽ റിയേജൻറ്റ് ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ്സ് മാർക്കോണിക് ഓഫ് അഡീഷൻ, anti-Markovnikov of addition. That is negative part is added to carbon atom having more number of hydrogen atom. ഇങ്ങോട്ടേക്കായിരിക്കും നെഗറ്റീവ് പാർട്ട് പോകുന്നത്. ആൻഡ് ഹൈഡ്രജൻ added to carbon atom having lesser number of hydrogen atom. ഓപ്ഷൻ നമ്പർ 4. ഓക്കെ. ദ വാല്യൂ ഓഫ് വാൻ ഹോഫ് ഫാക്ടർ ഫോർ പൊട്ടാസ്യം സൾഫേറ്റ്. 3 എണ്ണമാണ്. ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ 2 പൊട്ടാസ്യം അയോണും 1 സൾഫേറ്റ് അയോണുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെർഫോർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ഓക്കെ. ആൻ ഐഡിയൽ സൊല്യൂഷൻ കണ്ണടച്ച് നമുക്ക് പറയാം ഏതാണ്? ഹെക്സൈൻ ആൻഡ് ഹെപ്റ്റൈൻ. കോപ്പർ സൾഫേറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ സിങ്ക് വെസൽ. അല്ല, കോപ്പർ സൾഫേറ്റ് സിങ്ക് വെസലിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ കോപ്പർ ആൻഡ് സിങ്ക് ഷുഡ് നോട്ട് ബി, അല്ലെങ്കിൽ കോപ്പറും സിങ്കും തമ്മിലുള്ള റിയാക്ഷൻ ഉണ്ടാകാൻ പാടില്ല. റിയാക്ഷൻ ഉണ്ടെങ്കിൽ മറ്റൊരു കോമ്പൗണ്ട് ആയിട്ട് മാറിയില്ലേ? അപ്പോൾ അവിടെ റിയാക്ഷൻ ഉണ്ടാകരുതെങ്കിൽ, അല്ലെങ്കിൽ അവിടെ പ്ലേസ് ചെയ്യണമെങ്കിൽ, സ്റ്റോർ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ റിയാക്ഷൻ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നമുക്കറിയാം സിങ്ക് ഈസ് റിയാക്ട് വിത്ത് കോപ്പർ ടു ഗീവ് സിങ്ക് സൾഫേറ്റ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കോപ്പർ സൾഫേറ്റ് എവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല? സിങ്ക് വെസലിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. therefore that statement is incorrect. സിങ്ക് ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ ദാറ്റ് ഓഫ് കോപ്പർ. അല്ല, സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ദാറ്റ് ഓഫ് കോപ്പർ. കാരണം നമ്മുടെ സീരീസ് വരുമ്പോൾ, ഇലക്ട്രോകെമിക്കൽ സീരീസ് വരുമ്പോൾ ഹൈഡ്രജന് മുകളിൽ നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ് സിങ്ക് പോസസ് ചെയ്യുന്നത്. നേരെ മറിച്ച് കോപ്പർ ഈസ് പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ. therefore സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ദാറ്റ് ഓഫ് കോപ്പർ. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. therefore the correct explanation is, the correct answer is both assertion and reason are false. ഓപ്ഷൻ നമ്പർ ഏതാ വരുന്നത്? ഓപ്ഷൻ നമ്പർ 1 അല്ലേ വരുന്നത്? ഓക്കെ. Then let me go to the next question. For the reaction, dinitrogen pentoxide is decomposed to give nitrogen dioxide and oxygen. Rate of reaction ആണ് ആൻസർ ഓപ്ഷൻ നമ്പർ 3. കാരണം നൈട്രജൻ ഡയോക്സൈഡിൻ്റെ ടേംസിൽ നമ്മൾ റിയാക്ഷൻ എഴുതി. ഫസ്റ്റ് നോബിൾ ഗ്യാസ് വാസ് പ്രിപ്പയർഡ് ബൈ നീൽ ബാർട്ട്ലെറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സിബിറ്റ് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് ആണ്. ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസസ് ചെയ്യുന്ന ആരാണ്? മാംഗനീസ്. ഏതാണ്? +7. വിച്ച് ടൈപ്പ് ഓഫ് ഐസോമെറിസം ഈസ് ഷോൺ ബൈ ദ കോംപ്ലക്സ് കോമ്പൗണ്ട്? ഐസോമെറിസം ഏതാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു അധികം ഡിസ്കസ് ചെയ്യേണ്ട. ഏതായാലും ജോമെട്രിക്കൽ ഐസോമെറിസം പോസസ് ചെയ്യുന്ന ഫോർമുലയിൽ ഉള്ളതല്ല. അയോണൈസേഷൻ ഐസോമെറിസം ആണ് പോസസ് ചെയ്യുന്നത്. എ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് വുഡ് അണ്ടർഗോ വിച്ച് ടൈപ്പ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? പ്രൈമറി ആണ്, SN2 റിയാക്ഷൻ ആണ്. കാരണം ഓർഡർ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെറിഷറി. SN1 എന്ന് പറയുമ്പോൾ ടെറിഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഓക്കെ. 71st ക്വസ്റ്റ്യൻ. ഡയസോണിയം സാൾട്ട് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. വിച്ച് ഓൺ റിയാക്ഷൻ വിത്ത് ഫ്ലൂറോബോറിക് ആസിഡ് ടു ഗീവ് ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോബൊറേറ്റ് അല്ലേ ഫോം ചെയ്യുന്നത്? ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോബൊറേറ്റ് ഫോം ചെയ്തു. ഓക്കെ. Then which on react, which again it is converted to on heating, it is converted to X. X എന്ന് പറയുന്നത് ആരാണ്?
ഫ്ലൂറോ ബെൻസീൻ. കാരണം ഈ റിയാക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഫ്ലൂറോ ബെൻസീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയല്ലേ. ദെയർഫോർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ദെൻ നെക്സ്റ്റ് 72nd ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓർത്തോഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് അഥവാ സാലിസിലിക് ആസിഡ് വിച്ച് ഓൺ റിയാക്ഷൻ വിത്ത് അസറ്റിക് അൺഹൈഡ്രേറ്റ് ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു ഗീവ് എക്സ് ആൻഡ് വൈ. എക്സും വൈയും ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആസ്പിരിൻ ആണ് ഒരാളെന്ന് നമുക്കറിയാം. 2-അസറ്റോക്സി ബെൻസോയിക് ആസിഡ്, കൂടെ കിട്ടുന്നത് അസറ്റിക് ആസിഡ് അഥവാ എഥനോയിക് ആസിഡ്. കറക്റ്റ് ഓപ്ഷൻ 3. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. NCERT ഉള്ളൊരു പോയിന്റാണ്. ആസ്പിരിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് എഥനോയിക് ആസിഡ് അഥവാ അസറ്റിക് ആസിഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വിൽ നോട്ട് ഗീവ് എ കാനിസാരോ റിയാക്ഷൻ? കാനിസാരോ റിയാക്ഷൻ തരാത്തത് ആരാണെന്ന് നമ്മളോട് ചോദിച്ചേക്കുന്നത്. കാനിസാരോ റിയാക്ഷൻ നടത്തുന്നത് ആരാണ്? ആൽഡിഹൈഡ്സ് വിച്ച് ഡസ് നോട്ട് ഹാവ് ആൽഫ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഫോർമാൽഡിഹൈഡ്. അതായത് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൾക്കാരാണ് കാനിസാരോ റിയാക്ഷൻ നടത്തുന്നത്. ഇത് നമ്മൾ ആൾഡോൾ കണ്ടൻസേഷനായിട്ട് കമ്പയർ നോക്കിക്കോണം കേട്ടോ. ആൾഡോൾ കണ്ടൻസേഷൻ വരുമ്പോഴത്തേക്കും വൺ വിച്ച് ഹാവ് ബോത്ത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഹാവ് ആൽഫ ഹൈഡ്രജൻ ആറ്റം. ഇത് ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൾക്കാരാണ് കാനിസാരോ റിയാക്ഷൻ നടത്തുന്നത്. ഫോർമാൽഡിഹൈഡ് ഉണ്ടെന്ന് നമുക്കറിയാം, നടത്തുന്നതാണെന്നറിയാം. ബെൻസാൽഡിഹൈഡ് നടത്തും, കാരണം ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല. അടുത്ത് നമുക്ക് തന്നിരിക്കുന്ന 4ാമത്തെ ഓപ്ഷനിലും ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല, നടത്തും. ഇനി അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഹെക്സനോണ് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടോ? ഉണ്ട്. കാർബോണിക് ഗ്രൂപ്പിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അത് മാത്രമല്ല ആൽഡിഹൈഡ്സ് വിച്ച് ഡസ് നോട്ട് ഹാവ് ആൽഫ ഹൈഡ്രജൻ ആറ്റം അല്ല നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ പറ്റത്തില്ല. ഇനി കാനിസാരോ റിയാക്ഷൻ എന്താണ്? undergo self oxidation and reduction in presence of a concentrated alkali to give alcohol as well as carboxylic acid, sodium salt of carboxylic acid. Okay. The correct order of acidity of following compound. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫീനോളും കാർബോക്സിലിക് ആസിഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അസിഡിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ആർക്കാണ് വരുന്നത്? കാർബോക്സിലിക് ആസിഡാണ്. അതുകൊണ്ട് ആ രണ്ട് കാർബോക്സിലിക് ആസിഡും തമ്മിൽ കമ്പയർ ചെയ്യുക. അവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളതൊരു കാര്യമല്ല. കാരണം ഫീനോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡ് ഈസ് മോർ അസിഡിക് ഇൻ നേച്ചർ. അപ്പോൾ 3ഉം 4ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അസിഡിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ആർക്കാണ് വരുന്നത്? 3നാണ് വരുന്നത്. കാരണം എന്താണ്? 3നാണ് വരുന്നത്. കാരണം എന്താ? നമ്പർ 1 എന്ന് കൊടുത്തേക്കാം. നമ്പർ 1, 2. എന്തുകൊണ്ടാണ് 1, 2? കാരണം 4ാമത് തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ആരുണ്ട്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ഇനി വീണ്ടും നിങ്ങൾ നോക്കിക്കുക, ഫീനോളും പാരാക്ലോറോ ഫിനോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അസിഡിക് ക്യാരക്ടർ കൂടുതൽ ആരാ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്ന പാരാക്ലോറോ ഫിനോളിനല്ലേ? അപ്പോൾ അസിഡിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ 3, ഏറ്റവും കുറവ് ആർക്കാണ്? 1-ന്. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ നമ്പർ 1. 75th question. The reagent that is used to convert benzene diazonium chloride to benzene. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ബെൻസീനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആരാണ്? ഈഥൈൽ ആൽക്കഹോൾ. ദ റിയാക്ഷൻ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അരൈൽ ഡയസോണിയം ക്ലോറൈഡ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. വിച്ച് ഓൺ റിയാക്ഷൻ വിത്ത് കോപ്പർ ഇൻ പ്രസൻസ് ഓഫ് HCl ടു ഗീവ് അരൈൽ ക്ലോറൈഡ് നൈട്രജൻ. That is, benzene diazonium chloride is converted to benzene chlorobenzene in presence of copper and HCl. ഏതാണ്? ഗട്ടർമാൻ റിയാക്ഷൻ. കുപ്രസ് ക്ലോറൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഏത് എഴുതാൻ പറ്റത്തുള്ളൂ? സാൻമേഴ്സ് റിയാക്ഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. കുപ്രസ് ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് HCl അല്ലെങ്കിൽ കുപ്രസ് ബ്രോമൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബ്രോമൈഡ്. കോപ്പർ ഇൻ പ്രസൻസ് ഓഫ് HCl അല്ലെങ്കിൽ കോപ്പർ ഇൻ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബ്രോമൈഡ് ആണെങ്കിൽ റിയാക്ഷൻ ഏതാണ്? ഗട്ടർമാൻ റിയാക്ഷൻ. 77th question. ചൂസ് ദ ഇൻകറക്റ്റ് 1. നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം റിക്കറ്റ്സ് എന്ന് പറയുന്നത് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണെന്ന് നമുക്കറിയാം. ഔട്ട് ഓഫ് ദീസ് വിച്ച് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് എ ഗ്ലോബുലാർ പ്രോട്ടീൻ. ദർ സ്ട്രക്ചറാണ് സ്പെറിക്കൽ ഷേപ്പാണ്, പക്ഷേ തന്നിരിക്കുന്നത് എന്താണ്? ത്രെഡ് ലൈക്ക് ആണ്. ദെർഫോർ ദ ഇൻകറക്റ്റ് 1 ഈസ് ഓപ്ഷൻ നമ്പർ 2. DNA and RNA contain 4 bases. Which of the following bases each? Which of the following base is not present in RNA? Thymine. 80th question. നമുക്ക് ഹെൻറീസ് ലോ കോൺസ്റ്റന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, ഹെൻറീസ് ലോയിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള. അപ്പം ഏത് ഗ്യാസിനാണ് സൊലുബിലിറ്റി കൂടുതലെന്ന് നമ്മളോട് ചോദിച്ചേക്കുന്നത്? വി നോ ദാറ്റ് KH വാല്യൂ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സൊലുബിലിറ്റി ഓഫ് ഗ്യാസ്.
അപ്പോൾ ആർക്കാണോ KH വാല്യൂ ഏറ്റവും കൂടുതൽ അവിടെ സൊലുബിലിറ്റി ഏറ്റവും കുറവാണ്. തന്നിരിക്കുന്ന പ്രകാരം KH വാല്യൂ ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഹീലിയം. വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ആ ഓപ്ഷനിൽ ഹീലിയത്തിന് മാത്രമാണ് ഏറ്റവും കുറവ് സൊലുബിലിറ്റി ഉള്ളത്. കാരണം KH വാല്യൂ ഏറ്റവും കൂടുതലുള്ള ആൾക്ക് ഏറ്റവും കുറവ്. ബാക്കി കണ്ടുപിടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. ആ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ അവിടെ ആൻസർ ആയില്ലേ? ഓപ്ഷൻ നമ്പർ 1. 81st question. A solution of phenol and aniline will show negative deviation from Raoult's law. NCERT ആണ് കോൺസെപ്റ്റ്, ശരിയാണ്. ഫീനോൾ ആൻഡ് അനിലിൻ ഈസ് എ മിക്സർ വിച്ച് ഷോ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. ഇൻ ദ കേസ് ഓഫ്, എന്തുകൊണ്ടാണ്? ബിക്കോസ് വെൻ അനിലിൻ ഈസ് ആഡഡ് ടു ഫീനോൾ, the interaction between the AA interaction is a break and the new interaction AB interaction is formed. This AB interaction is more stronger as compared to that of AA interaction. ഇത് നോക്കിക്കേ, in the case of negative deviation AB interaction is stronger than that of AA interaction and BB interaction. ശരിയല്ലേ? Therefore the correct statement ആണ്, correct explanation ആണ് ഓപ്ഷൻ നമ്പർ 3. Fluorine exhibit only -1 oxidation state, whereas other halogen exhibit +1, +3, +5 and +7 oxidation state. +3 and +7 oxidation state. ശരിയാണ്. ഫ്ലൂറിൻ്റെ കേസിൽ ഒരേ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളൂ. എന്തുകൊണ്ടാണ് മറ്റ് ഹാലോജൻ ഓരോ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് പകരം -1 പകരം മറ്റ് പല ഓക്സിഡേഷൻ സ്റ്റേറ്റും പോസസ് ചെയ്യുന്നത്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വേക്കൻറ്റ് d ഓർബിറ്റൽ. നോക്കിക്കേ, റീസൺ തന്നിരിക്കുന്നു, നോക്കിക്കേ, കറക്റ്റ് അല്ലേ? ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ആൻഡ് കറക്റ്റ് എക്സ്പ്ലനേഷൻ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഹെൽ വോൾഹാഡ് സെലൻസ്കി റിയാക്ഷൻ. നേരെ ഡയറക്റ്റായിട്ട് നമുക്ക് പറയാം 2 ആണെന്ന് പറയാം. ഓപ്ഷൻ നോക്കിക്കേ, A2 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ നമ്പർ 1. ഇനി നിങ്ങൾ ബാക്കി വായിച്ച് നോക്കിക്കോ, ആൻസർ അവിടെ ആയി. പക്ഷേ നമുക്ക് ബബിൾ ചെയ്യാം. റോസൻമണ്ട് റിയാക്ഷൻ B. എറ്റാഡ് റിയാക്ഷൻ ക്രോമിൽ ക്ലോറൈഡ് വരുന്ന നോക്കി വെച്ചാൽ മതി. ഗട്ടർമാൻ റിയാക്ഷൻ, ഗട്ടർമാൻ ഗോച്ച് റിയാക്ഷൻ ആണ് ബെൻസീൻ ഓൺ റിയാക്ഷൻ വിത്ത് കാർബൺ മോണോക്സൈഡ് HCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ഓർ കുപ്രിക് ക്ലോറൈഡ് ടു ഗീവ് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ്. D. ഓക്കെ. ദെൻ 84th question. മീഥൈൽ ആൽക്കഹോൾ ആൻഡ് ഈഥൈൽ ആൽക്കഹോൾ ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ ഹാലോഫോം റിയാക്ഷൻ. ശരിയാണ്. ഹാലോഫോം റിയാക്ഷൻ ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ്. ഹാലോഫോം റിയാക്ഷൻ ഈസ് ഷോൺ ബൈ ദ കോമ്പൗണ്ട് വിച്ച് കൺസിസ്റ്റ് ഓഫ് മീഥൈൽ കീറ്റോൺ CH3CO ഗ്രൂപ്പ് അല്ലെങ്കിൽ CH3CHOH ഗ്രൂപ്പ്. CH3CHOH ഗ്രൂപ്പ് ഉള്ള ആളാണ് ഈഥൈൽ ആൽക്കഹോൾ. അപ്പം ഈഥൈൽ ആൽക്കഹോൾ അയഡോഫോം ടെസ്റ്റ് തരും, നേരെ മറിച്ച് മീഥൈൽ ആൽക്കഹോൾ തരത്തില്ല. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. റീസൺ ഞാനീ പറഞ്ഞത്, the compound which consists of CH3CO group or CH3CHOH group give haloform reaction. ഇനി തന്നിരിക്കുന്ന റീസൺ നോക്കിക്കേ. ഇൻ ഹാലോഫോം റിയാക്ഷൻ ആൽക്കഹോൾസ് ആർ ട്രീറ്റഡ് വിത്ത് halogen and hydroxide ion or sodium hydroxide to give haloform CHX3. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷേ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആകണമെങ്കിൽ എന്തുകൊണ്ടാണ് ഹാലോഫോം റിയാക്ഷൻ ഈഥൈൽ ആൽക്കഹോൾ തരുന്നത് എന്നുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കണം വരേണ്ടത്. പക്ഷേ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, പക്ഷേ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ദെർഫോർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ നമ്പർ 4. A and R correct, but R is not the correct explanation. 5th question. A unit formed by attachment of base to one position of sugar is known as a nucleoside. ശരിയാണ്. When nucleoside is linked to phosphoric acid at 5 position sugar, we get a nucleotide. Correct ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ആണ്. Therefore the correct explanation is option number 2. The next question. Match the metal ions in the column 1 with the column 2. മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനാണ്. കുപ്രിക് അയോൺ ഒരു അൺപെയ്ഡ് ഇലക്ട്രോണേ ഉള്ളൂ. നിർബന്ധമായിട്ടും എന്തായിരിക്കണം? √3 ആയിരിക്കണം. 1.73. Fe3+ കേസിൽ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. √35 വരുമ്പോൾ തന്നെ ആൻസർ ആയല്ലോ. ഓപ്ഷൻ നമ്പർ ഏതാ വരുന്നത്? 3. 87th question. Given below are 2 statement. ഓക്കെ, അസേർഷൻ റീസൺ ആണ്, ശ്രദ്ധിച്ച് നോക്കിക്കോണേ. മെറ്റൽ കാർബൺ ബോണ്ട് ഇൻ മെറ്റൽ കാർബണിൽസ് possess both sigma and pi character. Synergic bond ഫോം ചെയ്യുന്ന കാര്യം നമുക്കറിയാം. സിഗ്മ ക്യാരക്ടർ ഉണ്ട്, പൈ ക്യാരക്ടർ ഉണ്ട്. സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ഡ്യൂ ടു ദി donation of electrons from ligand to metal and pi bond is formed due to the donation of electron density from metal
ടു വേക്കൻറ്റ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഓഫ് കാർബൺ ആറ്റം ഇൻ കാർബണിൽ ലിഗാൻഡ്. നോക്കിക്കോണം. പൈ ബോണ്ട് ഈസ് ഫോംഡ് ഡ്യൂ ടു ദി ബാക്ക് ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഫ്രം മെറ്റൽ ടു വേക്കൻറ്റ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഓഫ് കാർബൺ ഇൻ കാർബണിൽ ലിഗാൻഡ്. ഇനി നോക്കിക്കുക സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് കാർബൺ മെറ്റലിലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തുകൊണ്ടാണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ലിഗാൻഡ് മെറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്തുകൊണ്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. പൈ ബോണ്ട് ബൈ ബാക്ക് ഡൊണേഷൻ ഈസ് ഫോംഡ് ബൈ ദി ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഫ്രം മെറ്റൽ നിന്ന് എങ്ങോട്ടേക്കാണ്? കാർബണിൽ കാർബണിൻ്റെ വേക്കൻറ്റ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്താണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഏതായാലും ശരിയാണ്. ലിഗാൻഡ് ടു മെറ്റൽ ബോണ്ട് ഈസ് എ പൈ ബോണ്ട്. ലിഗാൻഡ് ടു മെറ്റൽ ബോണ്ട് പൈ ബോണ്ടാണ്. തെറ്റാണ്, തിരിച്ചല്ല വരേണ്ടത്. ആൻഡ് മെറ്റൽ ടു ലിഗാൻഡ് ബോണ്ട് ഈസ് എ സിഗ്മ ബോണ്ട്. അത് നേരെ ഓപ്പോസിറ്റ് ആണ് വരേണ്ടത്. ദെർഫോർ അസേർഷൻ ഈസ് കറക്റ്റ്, റീസൺ ഈസ് നോട്ട് കറക്റ്റ്. ഓക്കെ. കീറ്റോൺ ഡു നോട്ട് ഗീവ് ഷിപ്സ് ടെസ്റ്റ്. ഷിപ്സ് ടെസ്റ്റ് തരുന്നത് ആരാണ്? ആൽഡിഹൈഡ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2 പെൻറ്റനോൺ ആൻഡ് 3 പെൻറ്റനോൺ ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ അയഡോഫോം ടെസ്റ്റ്. 2 പെൻറ്റനോൺ എടുത്ത് നോക്കിക്കുക നിങ്ങൾ. 2 പെൻറ്റനോൺ ഞാൻ മുഴുവൻ എഴുതുന്നില്ല. 2 പെൻറ്റനോൺ 3 പെൻറ്റനോൺ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിക്കേ. മീഥൈൽ കീറ്റോണിൻ്റെ പ്രസൻസ് ഉള്ളത് എവിടെയാണ്? 2 മീഥൈൽ കീറ്റോണിലാണോ 2 പെൻറ്റനോണിലാണോ 3 പെൻറ്റനോണിലാണോ? 3 പെൻറ്റനോൺ. ഓക്കെ, ശരിയാണല്ലോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്. കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ നമ്പർ 3. കോൺസെപ്റ്റ് ശരിയാണല്ലോ. ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി ഒന്നും കൂടെ ഒന്ന് വരയ്ക്കാം. 2 പെൻറ്റനോൺ. ഓക്കെ, 3 പെൻറ്റനോൺ. മീഥൈൽ കീറ്റോണിൻ്റെ പ്രസൻസ് എവിടെയാണ് ഉള്ളതെന്ന് നോക്കുക. ഓക്കെ. Then primary aliphatic amines react with a nitrous acid to give unstable diazonium salt. ആരോമാറ്റിക് പ്രൈമറി അമീൻ നൈട്രസ് ആസിഡായിട്ട് ഡയസോറ്റൈസേഷൻ നടത്തുമ്പോൾ മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ, സ്റ്റേബിൾ ഡയസോണിയം സാൾട്ട് കിട്ടുന്നുള്ളൂ. നേരെ മറിച്ച് ആലിഫാറ്റിക് പ്രൈമറി അമീൻ ആണെങ്കിൽ ഡയസോണിയം സാൾട്ട് ഫോം ചെയ്യും, ബട്ട് ഇറ്റ് ഈസ് ഹൈലി അൺസ്റ്റേബിൾ. ദെൻ അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്. ഓക്കെ, ഇനി നോക്കിക്കേ സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കിക്കേ. Primary aromatic amines react with nitrous acid to give a diazonium salt which are stable even above 300 Kelvin. 100% wrong statement. Why? Aryl amine, that is aniline, on reaction with the nitrous acid, that is sodium nitrite and HCl, nitrous acid at a temperature of 273 to 278 Kelvin. വളരെ പ്രധാനപ്പെട്ടതാണ്. 0 to 5 ഡിഗ്രി സെൽഷ്യസ്, അതായത് 273 to 278 കെൽവിനിൽ റിയാക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഏത് കിട്ടുന്നുള്ളൂ? ഡയസോണിയം സാൾട്ട് കിട്ടത്തുള്ളൂ. എബോ 300 തെറ്റാണ്. Therefore, the correct answer is statement 1 is correct, but statement 2 is incorrect. Option number 1. Then our final question. Correct order of wavelength of light absorbed by the given complex. The wavelength of light absorbed is inversely proportional to wavelength. Lambda is inversely proportional to strength of ligand. അപ്പോൾ ഏത് ലിഗാൻഡിനാണോ സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരുന്നത് അവിടെ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കുറവായിരിക്കും, അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. നമ്മളോട് വേവ് ലെങ്ത് അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പം സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ വേവ് ലെങ്ത് കുറവായിരിക്കും, സ്ട്രെങ്ത് കുറവാണെങ്കിൽ വേവ് ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ആർക്കായിരിക്കണം വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ളത്? തന്നിരിക്കുന്ന കോംപ്ലക്സിൽ ഏറ്റവും കുറവ് സ്ട്രെങ്ത് ഏറ്റവും കുറവ് ഉള്ള ലിഗാൻഡിന് ഏതാണ്? ഫ്ലൂറിൻ അല്ലേ? ഓക്കെ, അപ്പം ഏറ്റവും കുറവ് ഫ്ലൂറിനാണ്. അപ്പം ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്ന ആരായിരിക്കണം? ക്രോമിയം ഹെക്സാ ഫ്ലൂറൈഡ് അയോൺ അല്ലേ, അല്ലെങ്കിൽ ഹെക്സാ ഫ്ലൂറിഡോ ക്രോമേറ്റ് കോംപ്ലക്സ് ആണല്ലോ. ഓപ്ഷൻ നമ്പർ ഏതാ വരുന്നത്? 1. കാരണം 1 വരുന്ന ആ ഒരു ഓപ്ഷൻ മാത്രമല്ലടാ ഉള്ളൂ. ഓക്കെ, വേവ് ലെങ്ത് ഏറ്റവും കുറവ് ആർക്കായിരിക്കും? സൈനിഡോ ലിഗാൻഡ് വരുന്നിടത്ത്. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ കൂടെ എളുപ്പമായിരുന്നു എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ എനിവേ
അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് ചെറുതായിട്ട് നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് തിരുത്താൻ ഇനി കുറച്ചും കൂടി സമയമുണ്ട്. അപ്പം ഏത് ഏരിയയാണ് നമ്മൾ വീക്ക് എന്നുള്ളത് മനസ്സിലാക്കി ആ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങുന്നതിന് പകരം ആ ഏരിയയിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിപ്പറേഷൻസ് മുൻപോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. ഹായ് മക്കളെ, എക്സാം എളുപ്പമായിരുന്നോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ പോയാലോ? റെഡി? ഓക്കെ. Question number 91. Identify the label parts in the given figure and select the correct option. Which is the correct option എന്നാണ് ചോദ്യം. നമുക്കറിയാം എ എന്ന് പറയുന്ന ഹെട്രോസിസ്റ്റും ബി എന്ന് പറയുന്ന മ്യൂസിലേതിന് ഷീറ്റുമാണ്. ഇങ്ങനെ പാർട്സ് ലേബൽ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് എല്ലാ ഡയഗ്രവും പഠിച്ച് തന്നെ പോവുക. Question number 91, 1 is the answer. And what about 92? In members of rhodophyceae stored food is rhodo, that is Floridian starch. നമുക്കറിയാം Floridian starch ആണ്. റെഡ് ആൽഗെ റോഡോഫൈസിയെ. നമുക്കറിയാം ഗ്രീൻ ആൽഗയിൽ നമുക്കറിയാം സ്റ്റാർച്ച്, പയർനോഡ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആണെങ്കിൽ ബ്രൗൺ ആൽഗയിൽ ലാമിനേരിൻ മാനിറ്റോൾ ആണ്. 92, 4 is the answer. And 93. Phaeophyceae are usually found in marine habitat. They have fucoxanthin ആണ് and also brown color ആണ്. Fucoxanthin brown color. 93, 1. And also അവിടെ ക്ലോറോഫിൽ എ, ബി, ഫ്യൂക്കോസാന്തിൻ, സാന്തോഫിൽ, കരോട്ടിനോട് പിഗ്മെൻറ്റ്സ് ഉണ്ട് നമുക്കറിയാം. Question number 93, 1 is the answer. ക്ലോറോഫിൽ എ, ബി ഉള്ളത് ക്ലോറോഫൈസിയ ആണ്. ആൻഡ് റോഡോഫൈസിയൽ ക്ലോറോഫിൽ എ, ഡി, ഫൈക്കോഎറിത്രിൻ. ആൻഡ് 94. വാട്ട് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 94? ആക്സിയൽ പ്ലാസിനേഷൻ ഈസ് പ്രസൻറ്റ് ഇൻ ആക്സിയൽ പ്ലാസിനേഷൻ ഉള്ളത് ലെമൺ, റൈറ്റ്? ലെമൺ അല്ലെങ്കിൽ സിട്രസ്, നമുക്കറിയാം മാൽവേഷ്യ ഫാമിലി, സൊളനേഷ്യ ഫാമിലി ഒക്കെ ആക്സിയൽ പ്ലാസിനേഷൻ ആണ്. 94, 2 is the answer. ഡയാന്തസ് പ്രിംറോസിൽ ഫ്രീ സെൻട്രൽ പ്ലാസിനേഷൻ ആണ്. പിയിൽ മാർജിനൽ ആണ്, റൈറ്റ്? ആർജിമോൺ മസ്റ്റാർഡ് ഒക്കെ പറൈറ്റൽ പ്ലാസിനേഷൻ ആണ്. ഡയാന്തസ് പ്രിംറോസ് ഫ്രീ സെൻട്രൽ. 94, 2 is the answer. And 95. Which of the following is incorrect match? Perigynous flower, plum, peach and rose. Correct. Monadelphous P അല്ലടാ, ഡയഡൽഫസ് ആണ് മക്കളെ. പി ഡയഡൽഫസ്, പി മോണഡൽഫസ് ഹിബിസ്കസ് ആണ്. പോളിയഡൽഫസ് സിട്രസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 95, 2 is the answer. എപ്പിഗൈനസ് ഫ്ലവർ, ഗുവ, കുക്കുംബർ, റേ ഫ്ലോററ്റ് ഓഫ് സൺഫ്ലവർ ആണ്. ക്ലിയർ? 95, 2 is the answer. And what about 96? Find out the false statement from the given from below ones. Calyx and corolla are reproductive organ of flower. No, they are the accessory whorls. Zygomorphic flower can be divided into two equal radial half. Radial half അല്ലല്ലോടാ, vertical plane ആണ് തെറ്റ്, radial plane അല്ല. Legume seeds are non-endospermous. Yes. Ovary is inferior in Fabaceae. No. Hypogynous ആണ്, superior ആണ്. A fertile stamen is staminode. No. A sterile stamen is staminode. That is not correct. False statement 1 2, 4, 5 are false statement. Question number 96, 1 is the answer. And what about question number 97? Both apical meristem and intercalary meristem are primary meristem. They appear early in life, contribute to the formation of primary plant body. That means elongation of plant parts along their axis. Secondary meristem are vascular cambium and corky cambium. Here 1, 2, 3 are correct for the question number 97, 4 is the answer. Okay, what about question number 98? The first formed primary phloem is composed of narrow sieve tube is protophlloem and bigger sieve tube or the metaphlloem. Here 98, 3 is the answer. And question number 99. Identify A, B, C in the that is from the option. A H വരുമ്പോൾ glycine, CH3 വരുമ്പോൾ alanine, CH2OH വരുമ്പോൾ serine, glycine, alanine, serine. Question number 99, 2 is the answer. Okay. There are aromatic amino acid ഉണ്ട് അല്ലേ? Tyrosine, tryptophan, phenylalanine, acidic, basic, neutral, valine, right? Basic, lysine, arginine. ഒക്കെ പഠിക്കണം. Question number 99, 2 is the answer. And question number 100. Mark the column and choose the correct combination. Fatty acid. നമുക്കറിയാം fatty acid ആണ്. Palmitic acid is the fatty acid. Consists 16 carbon. Arachidonic acid has 20 carbon A. And phospholipid, that is lecithin, cell membrane. Aromatic amino acid, tyrosine, tryptophan, phenylalanine. Acidic amino acid, glutamic acid, aspartic acid. A4, B3, C2, D1. Question number 102 is the answer. And what about question number 101? Identify the wrong statement about meiosis. Meiosis 1 and meiosis 2 is there. Meiosis 1 is reduction division. Meiosis 2 is equation division. Between the phases, interkinesis, pairing of homologous chromosomes, synapses there. 4 haploid cells are formed. Tetrad of cells are formed. At the end of meiosis, the number of chromosomes are reduced to half. If meiosis 1 കഴിയും തന്നെ chromosome number reduced to half. And 2 cycle of DNA replication. Never. Only one interphase G1S, G2, where S DNA replication takes place. 101, 4 is the correct answer for this question. 101, 4. And what about 102? Mark the column and select the correct option. Joseph Priestley,
Joseph Priestley, air is essential for plants' growth, right? Air is essential for plants' growth. Discovered oxygen, right? Jan Ingenhousz, sunlight essential for the plant process. Belger experiment, the presence of sunlight അദ്ദേഹം കണ്ടക്ട് ചെയ്തു. And T.W. Engelmann, action spectrum of photosynthesis. Action spectrum of photosynthesis. Cornelius Van Niel, hydrogen from suitable oxidizable compound, reduce carbon dioxide to carbohydrate, and light essential for photosynthesis, right? C. And here D. And answer നമുക്കറിയാം A3, B4, C1, D2 is the answer. 102, 4 is the answer. 102, 4 is the answer, right? 4 is the answer for this question. And what about question number 103? In Calvin cycle, Rubisco incorporate carbon dioxide to ribulose 1,5-bisphosphate എന്ന 5-carbon compoundമായി ചേർന്ന് rapidly split into നമുക്കറിയാം 2 molecule of 3 carbon 3-phosphoglyceric acid or 3-phosphoglycerate 2 molecule of 3 carbon 2 molecule of 3 carbon 3-phosphoglyceric acid 103 1 is the answer. In the case of C4 plants, there is oxaloacetic acid combined with PP and carbon dioxide, right? 4 carbon compound. Here C3 3 carbon. 103 1 is the answer. And what about 104? Direct gain of ATP through one citric acid cycle. See, we know that one citric acid cycle means നമുക്കറിയാം 1 Krebs cycle, 2 Krebs cycle required per glucose, 1 Krebs cycle direct ATP. Direct ATP is only 1 ATP, while succinyl coenzyme may break into succinic acid and CoA, right? And succinic acid here 1 molecule of ATP. GDP formation in animals, that is immediately converted to ATP. 1 molecule is directly produced. 104 1. Net gain 1 cycle ആണെങ്കിൽ 12 ATP വരും. Per Krebs cycle net gain എന്ന് പറഞ്ഞാൽ 24 ATP വരും. ഡയറക്റ്റ് ATP വരുമ്പോൾ 1 ATP. ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ബോൾട്ടിംഗ് മാൾട്ടിംഗ് നമുക്കറിയാം ഗിബർലിക് ആസിഡ്, ഏർലി മച്ചുറേഷൻ ജുവനൈൽ കോണിഫേഴ്സ്, ലെങ്ത് ഇലോങ്ങേഷൻ ഓഫ് പ്ലാന്റ് പാർട്സ്, ദാറ്റ് മീൻസ് internode elongation sugarcane, axial length elongation grape stalk, elongate and promote shape of apple, delay, senescence okay Gibberell's function ആണ്. Question number 105 4 is the answer. And what about 106? The spores germinate give rise to inconspicuous small multicellular free living mostly photosynthetic എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ more correct, that is in prothallus pteridophyte thallus, that is gametophyte, that is pteridophyte. ഇവിടെ ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഫേൺ, Macrophylls ഉള്ള ഫേൺ, റൈറ്റ്? ഫേൺ ഈസ് ദ ആൻസർ. ജിങ്കോ നമുക്കറിയാം ജിംനോസ്പേം ആണ്. സ്ഫാക്നം ഫ്യൂനേറിയ മോസസ് ആണ്, അവർക്ക് പ്രോട്ടോണിമയാണുള്ളത്. ഹിയർ 106 4 ഈസ് ദ ആൻസർ. And what about question number 107? The sum of growth and differentiation is development. Yes. Development in plants under the control of extrinsic മാത്രമല്ല, extrinsic oxygen, water, nutrient, light, temperature, gravity മാത്രമല്ല, intrinsic ആയിട്ടുള്ള intracellular, genetic and intercellular plant growth hormones also there. Assertion is true, reason is false. Question number 107 3 is the answer. And what about question number 108? The correct sequence of different parts of an ovule from inside to outside, that is embryo sac is there, nucellus is the, nucellus എന്ന് പറഞ്ഞാൽ embryo sac develop ചെയ്യുന്ന ഫുഡാണ്, and integuments covering outer and inner integuments, inner to outer എന്ന് പറയുമ്പോൾ embryo sac, nucellus, integument. 108 1 is the answer. And what about question number 109? Choose the option showing the correct labeling. A, B, C. A, B, C, D in the given figure of dicot embryo, right? A is hypocotyl, B cotyledon. A here namakku A cotyledon, right? B, that is hypocotyl. A cotyledon, B hypocotyl, right? C root cap, and D radical. 109 2 is the answer. 109 2 is the answer. Okay. And what about question number 110? According to ABO blood grouping, what would be the phenotype of the individual whose parents have O blood group? O blood group ഉള്ളത് ആർക്കാണ്? O blood group ഉള്ള phenotype ചോദിച്ചു. Of course O, right? എന്തൊരു ക്വസ്റ്റ്യൻ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ബട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ബട്ട് ആൻസർ ഈസ് വെരി സിമ്പിൾ. അങ്ങനെ ചിന്തിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ആയിട്ട് അല്ലാത്ത പോലുള്ള ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 110 3 is the answer. And what about 111? The ratio phenotype in the F2 of a monohybrid cross is, ratio phenotype in F2 of a monohybrid cross is 3:2. ഫീനോടൈപ്പിക് അത് ഇതൊക്കെ ഡയറക്റ്റ് ആണോ അല്ല ഇൻഡയറക്റ്റ് ആണോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ള. നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം. റേഷ്യോ ഫീനോടൈപ്പ് ഇൻ F2 നേരെ ചോദിച്ചാൽ മതി, മോണോഹൈബ്രിഡ് ഫീനോടൈപ്പ് റേഷ്യോ. എന്നാൽ അത് വളച്ച് ചോദിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് 3:1. 111 1 is the answer. And what about 112? Which of the following condition correctly describe the manner of determining sex in the given example? Homozygous sex chromosome Z determine female sex in bird. Z female sex in birds. Z male, not female. That is not correct.
X0 type of sex chromosome determine male sex in grasshopper. Yes, X0 male ഒരു chromosome കുറവാണ് അവർക്ക്, ശരിയാണ്. X0 condition human as Turner syndrome determine female sex. X0 എന്ന് പറയുന്ന ഒരു chromosomal disorder ആണ് Turner. That's not, അതൊരു ഫീമെയിലിനെ തീരുമാനിക്കുന്നതല്ല. That's not correct. Homozygous X chromosome produce male in Drosophila. XX male alla, XY ആണ് male. That is not correct. But which one of the correctly described is option 2? 112, 2 is the answer. And what about 113? Which of the following processes join exons and remove introns to make the primary transcript functional? That is, we know that splicing, right? Remove spliceosome ആണ് അതിനെ സഹായിക്കുന്നത്. Splicing the process. Capping methyl guanosine triphosphate added 5' in mRNA. Tailing polyadenylate residues added at 3' end ആണ്. Here answer 113 is the answer. And what about 114? Statement 1. DNA fingerprinting is very well known for its application in paternity testing in case of disputes. AS. It employs the principle of DNA polymorphism. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 ഇറ്റ് എന്ന് പറയുമ്പോൾ മേളത്തെ സ്റ്റേറ്റ്മെന്റിലെ ആളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പാറ്റേൺ നീറ്റിനുണ്ട്. ഇറ്റ് എംപ്ലോയ്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് DNA polymorphism, DNA fingerprinting. Yes, statement 1 and 2 are correct. Okay, question number 114, 4 is the answer. And what about 115? Linking of antibody resin gene with plasmid vector become possible with the molecular glue DNA ligase. Here namakariya molecular scissors, endonuclease is there, exonuclease. Okay, here polymerase making copies of DNA, extension. Question number 115, 1 is the answer. And 116. Which of the following statement are correct about bioreactor? Bioreactor provide optimal condition for obtaining the desired product. Commonly used bioreactor is stirring type. A is correct. Raw materials are biologically converted to specific products. A is stirred tank bioreactor is horizontal. No, cylindrical with a curved base. That is not correct. Large volume of culture can be processed as 100 to 1000 liters of products can be produced. Large volume of culture cannot എന്നുള്ളത് തെറ്റ്, can be എന്നുള്ളത് correct. അപ്പോൾ ഹിയർ നമുക്കറിയാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് ഈസ് 1 and 2 ആർ കറക്റ്റ്. 116, 1 ഈസ് ദ ആൻസർ. And what about 117? Cry2AB, Cry1AB produce toxin control respectively. Cry2AB cotton bollworm and Cry1AB corn borer. Question number 117, 1 is the answer. And 118. As Amensalism represented as species A negative and species B 0 ആണ്. And option 2 is the answer. Commensalism അമൻസാലിസ് ഇങ്ങനെയാണ്. കമൻസാലിസ് പോസിറ്റീവ് 0 ആണ്. മ്യൂച്വലിസം ഉണ്ട്, പാരാസിറ്റിസം ഉണ്ട്, പ്രിഡേഷൻ ഉണ്ട്. ഇതൊക്കെ വളരെ എളുപ്പമാണ് നമുക്കറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 118, 2 is the answer. 119. Annual net primary productivity of the ocean is 55 billion tons of organic matter ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 119, 4 is the answer. And what about question number 120? Individual inflicted with Down syndrome have all of the following characters except ഇതും ഇങ്ങനെയുള്ള പാറ്റേൺ ചോദിക്കും. ഫ്ലാറ്റ് ബാക്ക് ഓഫ് ഹെഡ് ഈസ് Down syndrome. Big and wrinkled tongue is there. Trisomy of chromosome number 22 അല്ല 21 ആണ്. It is trisomy of autosome ആണ്. Yes, question number 120. 3 is the answer for this question. And congenital heart disease is there, of course. Question number 110, 23 is the answer. And what about question number 121? Study the incorrect statement with respect to mutualism. Mycorrhizae is an association between fungi and with the root of higher plant. Pinus is incorrect അല്ല, correct ആണ്. Evolution of flower and its pollinator species tightly linked with one another ആണ് mutualismത്തിൽ. ശരി. Cattle egret and grazing cattle is close association. ക്ലാസ്സിൽ example of mutualism അല്ലട, അത് commensalism ആണ്. That is not correct. Lichen represent intimate mutual relationship between fungus and photosynthetic algae. Fungal partner is mycobiont, algal partner is phycobiont. അതും correct ആണ്. Here 121, option 3 is the correct answer for this question. Okay, what about question number 122? Which of the following plant is associated with the corloid root? നമുക്കറിയാം corloid root Cycas cyanobacteria ആണ്. Nitrogen fixation ആണ്. Cyanobacteria ആണ്. Nitrogen fixation ആണ്. Question number 122, 1 is the answer, right? And question number 123, tendrils of pea plant is modification. നമുക്ക് പഠിക്കാനുള്ള ലീഫ് മോഡിഫിക്കേഷൻ. ലീഫ് ടെൻഡറിലെ പീയുടെ മാത്രമേ പറയുന്നുള്ളൂ. വെരി ഇമ്പോർട്ടൻറ്റ്. ബാക്കി സിട്രസ്, ബൊഗെയിൻവില്ല ഒക്കെ വരിക. ബൊഗെയിൻവില്ലയും ഗ്രേപ്പ് വൈൻ, നോട്ട് സിട്രസും ബൊഗെയിൻവില്ല ഒക്കെ വരുന്നത് തോൺസ് ആണ്. ദാറ്റ് ഈസ് ആക്സിലറി ബഡാണ്, സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. അതുപോലെ നമ്മുടെ കുക്കുംബർ, ഗ്രേപ്പ് വൈൻസ് ഒക്കെ വരുന്നത് സ്റ്റെം ടെൻഡറിലാണ്. ഇവിടെ ലീഫ് ടെൻഡറിലാണ് പീ പ്ലാന്റ്. 123, 3 is the answer.
124. Bark is non-technical term that refers to all tissue exterior to vascular cambium consists phellum, phellogen, phellodame and secondary phloem. അല്ലെങ്കിൽ peridium plus secondary phloem. Question number 124 is the answer. And what about question number 125? Important site for formation of glycoprotein and glycolipidase. മക്കളെ നമുക്കറിയാം that is Golgi apparatus ആണ്, right? Golgi apparatus. Question, there is a part of endomembrane system, endoplasmic reticulum, Golgi complex and lysosome and vacuole. Question number 125, 4 is the answer. And 126, march the following estivation type with respect corolla with the plants in which they are found and select the correct option. Twisted, cotton, coriander. നമുക്കറിയാം വാട്ട് അബൌട്ട് ട്വിസ്റ്റഡ് ഈസ് കോട്ടൺ, ലേഡീസ് ഫിംഗർ, ചൈന റോസ്. മാൽവേസിയുടെ ആണ് കോട്ടൺ, ലേഡീസ് ഫിംഗർ, കോട്ടൺ, ചൈന റോസ്, റൈറ്റ്. ദാറ്റ് ഈസ് മാൽവേസിയയിലാണുള്ള ട്വിസ്റ്റഡ്, കോട്ടൺ എ. വെക്സിലറി നമുക്കറിയാം ഫാബേസിയയുടെ പെറ്റലാണ് വെക്സിലറി. പോസ്റ്റീരിയർ സ്റ്റാൻഡേർഡ്, സ്റ്റാൻഡേർഡ് ആൻഡ് lateral 2 wings, anterior 2 fused keel, right? Populanaceous corolla. And here it is vexillary P. And imbricate, Cassia gulmohar imbricate and valvate calotropis, right? Here A3, B2, C4 and D1. Question number 126, 3 is the answer. And what about question number 127? Number of carbon in the primary carbonaceous fixation product in C4 plant is 4 carbon, that is oxaloacetic acid. 127, 3 is the answer. And PP ആണെങ്കിൽ acceptor ആണ്, that is 3 carbon compound ആണ്. And in C3 plants ആണ് first product 3 phosphoglyceric acid ആണ്, 3 carbon ആണ്. അവിടുത്തെ first acceptor RBP ആണ്, 5 carbon ആണ്. Question number 127, 3 is the answer. And what about question number 128? Which of the following is the common process of anaerobic and aerobic respiration? Of course, glycolysis. And the common compound is pyruvic acid. And common process for glucose, fat and protein is Krebs cycle. Their common compound is നമുക്കറിയാം അസറ്റൈൽ കോയ എന്ന 2 carbon compound ആണ്. Here common process for anaerobic aerobic respiration is glycolysis. Question number 128, 1 is the answer. And what about question number 129? Statement 1. Immobile electron carrier cytochrome C is a large protein complex attached to inner surface of outer membrane. ഒന്നും അല്ലടാ, ഇമ്മൊബൈൽ അല്ല, മൊബൈൽ ആണ്, അത് കറക്റ്റ് അല്ല. ഇന്നർ സർഫസ് ഓഫ് ഔട്ടർ മെമ്പറൈൻ അല്ല, ഇന്നർ മെമ്പറൈൻ്റെ ഔട്ടർ സർഫസിലാണ്, അതും തെറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്. Cytochrome C transfer electron between complex 3 and complex 4. Of course, it is a mobile electron carrier transfer electron between complex 3 and complex 4. Question number 129, 1, 2 correct ആണ്. 1 is incorrect, 2 is correct. Statement 1 is incorrect, 2 is correct. Question number 129, 3 is the answer. And what about 130? A person with Turner syndrome has, Turner syndrome, നമുക്കറിയാം monosomy of allosome ആണ്, 2n minus 1 ആണ്, 44 autosome plus and X chromosome, only 1 X chromosome, X0. Okay, and 134, that is in female ആണ്, നമുക്കറിയാം ഷോർട്ട് ആണ്, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആബ്സെന്റ്, rudimentary ovaries, sterile ആണ്. Question number 134 is the answer. And what about 131? Show the following pair is purine. Purine നമുക്കറിയാം adenine and guanine, right? Pyrimidine are cytosine, uracil, thymine, cut. Here adenine and guanine. 131, 3 is the answer. And what about 132? Which process is used for amplification or multiplication of DNA fingerprinting? That is amplification always we using, always നമ്മൾ ഉപയോഗിക്കുന്നത് polymerase chain reaction ആണ്, PCR ആണ് amplification, polymerase chain reaction. Amplify ചെയ്യാൻ വേണ്ടി PCR. And 133, biolistic is suitable for biolistic gene gun method for the transfer of recom DNA to the plant cell. Transformation in plant cell, we use microinjection in the case of animals. Disarmed pathogen vector agrobacterial tumefacients for dicot plants and retrovirus for animals. Here 133 is the answer. And what about 134? The permanent decrease in population number occurs due to, permanent decrease is due to mortality. Permanent increase is due to natality. Temporary increase is due to immigration, right? Immigration, temporary ആയിട്ടുള്ള immigration, temporary decrease. And here permanent decrease due to mortality. 134, 4 is the answer. And 135. So the following is not the approach for in situ conservation അല്ലാതെ wildlife safari park. ബാക്കിയെല്ലാം in situ, ex situ conservation, wildlife, biosphere research sanctuary, sacred grove എല്ലാം which of the following is not the approach for in situ? In situ allathathu here option 135, 3 is the answer. In situ alla. Okay, that's the point. That's about 135. Question number 3 is the answer. And then question number 136 onwards. Thank you. Okay, question number 136 നോക്കാം. മാച്ച് ദ കോളമാണ്. കോളം 1ൽ
ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം. ഇപ്പോഴത്തെ കോളം 2-ൽ ഡിഫ്റ്ററ, ആന്ത്രോപോഡ, മസ്റ്റിഡേ, ഇൻസെക്റ്റ. അതിൽ ആർത്രോപോഡ നമുക്കറിയാം ഫൈലമാണ് അല്ലേ. D2 വരും. D2 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഏത് ആൻസർ വരിക? യെസ്, ആൻസർ 3 ആണ് വരിക. എ ഫാമിലി എന്ന് പറയുന്ന മസ്റ്റിഡേ വരിക. ബി ഓർഡർ വരുന്നത് ഡിഫ്റ്ററയാണ്. ക്ലാസ് വരുന്നത് ഇൻസെക്റ്റ. യെസ്, ആൻസറിലേക്ക് എത്തി. ഓപ്ഷൻ 3 ആണ്. 136 ഓപ്ഷൻ 3. 137 മാച്ച് ദ കോളം പ്ലാറ്റി ഹെൽമിന്തസ്. കറക്റ്റ് ഓപ്ഷൻ എടുക്കാനായിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, പ്ലാറ്റി ഹെൽമിന്തസ് വരുന്ന ബൈലാറ്റർ സിമെട്രി വിത്ത് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. യെസ്, ബൈലാറ്റർ സിമെട്രി വിത്ത് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. എക്വിനോഡെർമസ് വരുന്നത് ഏതാണ്? റേഡിയൽ സിമെട്രി വിത്ത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഹെമികോഡൈറ്റ്സ് വരുന്നത് സിലിണ്ട്രിക്കൽ ബോഡി വിത്ത് നോ സെഗ്മെൻറ്റേഷൻ. യെസ്, ഏവ്സ് വാം ബ്ലഡഡ് ആനിമൽസ് വിത്ത് ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഏത് വരും ആൻസർ? ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. 137 ഓപ്ഷൻ 4. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. 138 ഇൻ കോക്രോച്ച് കറക്റ്റ് ഓർഡർ. 4 കട്ടിൻ്റെ കറക്റ്റ് ഓർഡർ നോക്കിയേ. മൗത്ത് ക്രോപ്പ് വരുമോ? ഇല്ല. മൗത്ത് ഗിസാർഡ് ഇല്ല. മൗത്ത് ഫാരിങ്സ്. യെസ്, മൗത്ത് ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാർഡ് ആണ് കറക്റ്റ് ആൻസർ. യെസ്, 138 ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. Cells of cartilage are enclosed in small cavities within the matrix secreted by. ഈ മെട്രിക്സ് സെക്രീറ്റ് ചെയ്ത ആരാ? കാർട്ടിലേജിൻ്റെ സെല്ലാണ്. കാർട്ടിലേജ് സെല്ല് ഓപ്ഷനിൽ ഏതാ? കോൺട്രോസൈറ്റ്സ് ആണ്. ഓപ്ഷൻ 1 ആണ്. ഓസ്റ്റിയോസൈറ്റ്സ് ബോൺ സെൽസ് ആണ്. ഫൈബ്രോബ്ലാസ്റ്റ് ഫൈബറിനെ സെക്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വരിക ഓപ്ഷൻ 1. 140 കോൺകലാവാലിനെ. കോൺകലാവാലിൻ എന്ന് പറയുന്നത് സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ് അല്ലേ. സെക്കൻഡറി മെറ്റബോളൈറ്റ് ലെക്റ്റിൻ ആണ്. ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്, ലെക്റ്റിൻ. ഇനി മൈറ്റോട്ടിക് സൈക്കിൾ സീക്വൻസ് ഓഫ് ഫേസസ് ഈസ്. ഏതൊക്കെയാണ് ഫേസസ്? G1, S, G2, M ആണ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. 142 മാച്ച് ദ ഐറ്റം. കോളം 1 കോളം 2 നോക്കുമ്പോൾ ടൈഡൽ വോളിയം നമ്മൾ പഠിച്ചിരിക്കുന്ന 500 ml. 500 റിലേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. 500 to 550. യെസ്. ഇൻസ്പിറേറ്റഡ് റിസർവ് വോളിയം 2500 to 3000. ഏറ്റവും കൂടുതലുള്ളതാണ് 2500 to 3000. എക്സ്പിറേറ്റഡ് റിസർവ് വോളിയം എന്ന് പറയുന്നത് 1000 to 1100 ആണ്. ലാസ്റ്റുള്ള വോളിയം റെസിഡുവൽ വോളിയം എന്ന് പറയുന്നത് 1100 to 1200. D2 ഏത് വരും ഓപ്ഷൻ? ഓപ്ഷൻ 2 ആണ്. A3 B1. യെസ്, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. 142. 143ലേക്ക് മൂവ് ചെയ്യാം. മാർക്ക് ദ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ദാറ്റ് സ്ലോവസ്റ്റ് ആർക്യൂ വാല്യൂ. ലോവസ്റ്റ് ആർക്യൂ വാല്യൂ ഇതിലുള്ളതിൽ ഏതിനാണ് ഉള്ളത്? ഏറ്റവും കുറവുള്ള ഫാറ്റി ആസിഡാണ് കേട്ടോ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അതിലും കൂടുതലാണ് പ്രോട്ടീന്. കാർബോഹൈഡ്രേറ്റ് 1 ആണ്. ഓക്കെ, മാലിക് ആസിഡ് പ്രോട്ടീനൊക്കെ കൂടുതലാണ്. ഓക്കെ, ഓർത്തിരിക്കുക ഓപ്ഷൻ 1. ഡംബൽ ഷേപ്ഡ് ആൻഡ് ബീൻ ഷേപ്ഡ് ഗാർഡ് സെൽസ് റെസ്പെക്റ്റീവ്ലി ആർ ഫൗണ്ട് ഇൻ. ഡംബൽ ഷേപ്ഡ് എവിടെയാണ് ഉള്ളത്? ഡംബൽ ഷേപ്ഡ് കാണുമ്പോഴേ മൊണോക്കോട്ടാണ്. ഇനിയും ബീൻ ഷേപ്ഡ് ആയിട്ടുള്ളത് ഡൈക്കോട്ടിലാണ്. അപ്പോൾ ആദ്യം വരേണ്ടത് മൊണോക്കോട്ട് വരണം. രണ്ടാമത് വരേണ്ട ആദ്യം വരേണ്ടത് മൊണോക്കോട്ട് വരണം. രണ്ടാമത് വരേണ്ടത് ഡൈക്കോട്ട് വരണം അല്ലേ. ഇപ്പോൾ ടൊമാറ്റോ വരുന്നുണ്ട്. ടൊമാറ്റോ എന്ന് പറയുന്നത് ഡൈക്കോട്ട് പ്ലാന്റാണ്. ഡൈക്കോട്ട് വരുന്ന ഓപ്ഷനൊക്കെ നമുക്ക് കളയാം, അതൊന്നും വരത്തില്ല. യെസ്, ഏതാ അപ്പോൾ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 2 ആണ്. ഗ്രാസസ് മൊണോക്കോട്ടാണ്. പൊട്ടറ്റോ ഡൈക്കോട്ടാണ്. യെസ്, ഓർത്ത് വെക്കുക. 145 മാച്ച് ദ കോളം ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. ഗ്ലൈഡിംഗ് ജോയിൻറ്റ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്യാം? യെസ്, ബിറ്റ്വീൻ കാർപ്പൽസ്. ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ ഫിമർ ആൻഡ് ടിബിയ. പിവോട്ട് ജോയിൻറ്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. വെർട്ടിബ്ര കോളത്തിൻ്റെ ഒന്നാമത്തെ ബോൺ അറ്റ്ലസും ആക്സിസ് തമ്മിലുള്ള ജോയിൻറ്റ് പിവോട്ട് ജോയിൻറ്റ്. ഓക്കെ, C4 വരും. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ 4 ആണ്. A2 B3 C4 D1. ഓക്കെ, ബോൾ ആൻഡ് സോക്കറ്റ് ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് പെക്ടോറൽ ഗിഡിൽ. ഓർത്ത് വെക്കുക. 146 ഹോർമോൺ സ്റ്റോർഡ് ആൻഡ് റിലീസ് ഫ്രോം ന്യൂറോ ഹൈപ്പോഫൈസിസ്. എന്തായി ന്യൂറോ ഹൈപ്പോഫൈസിസ്? പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ ലോബാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. അവിടുന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? 2 ഉള്ളൂ, ഓക്സിറ്റോസിനും വാസോപ്രസിനും. ബാക്കിയുള്ള ഓപ്ഷനൊക്കെ നോക്കുക. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. ബാക്കിയുള്ള ഓപ്ഷനിൽ FSHും പ്രൊലാക്റ്റിനും TSH ഒക്കെ ഉണ്ട്. ഇതൊക്കെ ആൻറ്റീരിയർ ലോബിൻ സെക്രീറ്റ് ചെയ്യുന്ന ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഓർത്ത് വെക്കുക. പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിക്ക് പറയും അഡിനോ ഹൈപ്പോഫൈസിസ്. ഓർക്കുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. 147 ഹ്യൂമൻ ബീങ്സ് അറ്റ് ദ എൻഡ് ഓഫ് 12 വീക്സ്. 12 വീക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈമണ്ടറിൻ്റെ എൻഡിൽ എന്താ വിസിബിൾ ആവുക? ആൻസർ വരിക മോസ്റ്റ് ഓഫ് ദ മേജർ ഓർഗൻ സിസ്റ്റംസ് ആർ ഫോംഡ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ബാക്കി നോക്കുക. ഹെഡ് ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഫീറ്റസ്. ഇത് 5th മന്തിൽ കാണുന്ന 5th മന്തിൽ കാണുന്ന ഫീച്ചേഴ്സ് ആണ്. ഹെഡ് ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയറും മൂവ്മെൻറ്റ് ഓഫ് ഫീറ്റസും. ഐലിഡ്സ് സെപ്പറേറ്റ് ആവുന്നു. ഐലാഷസ് വരുന്നു സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ്. ബൈ ദ എൻഡ് ഓഫ് സെക്കൻഡ് ട്രൈമസ്റ്ററോടുകൂടിയാണ്
ഈ നാലാമത്തെ പോയിന്റ് വരിക. ഓക്കെ, അപ്പോൾ ആൻസർ ഇവിടെ 147 ഓപ്ഷൻ 1 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ റിലീസിങ് IUD, ഹോർമോൺ റിലീസിങ് IUD നമ്മൾ പഠിച്ചേക്കുന്ന രണ്ടെണ്ണം LNG-20 പ്രോസ്റ്റാസൈറ്റും അല്ലേ. ഇവിടെ കൊടുത്ത വോൾട്ട് എന്ന് പറയുമ്പോൾ ബാരിയർ മെത്തേഡിൻ്റെ ഒരു എക്സാമ്പിളാണ്. മൾട്ടിലോഡ് 375 കോപ്പർ റിലീസിങ് IUD, LNG-20. യെസ്, ആൻസർ ആയിട്ട് വരുന്ന LNG-20 ആണ്. സെർവിക്കൽ ക്യാപ്പും ഒരു ബാരിയർ മെത്തേഡിന് എക്സാമ്പിളാണ്. ഓക്കെ, 149. യെസ്, സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യുക, ലൊക്കേഷൻ മാർക്ക് ചെയ്യുക അല്ലേ. സ്ട്രക്ചർ കാണുമ്പോഴേ നമുക്കറിയാം എന്താ അത്, ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് അല്ലേ. അതിൽ ഇന്നർ സെൽമാസും ഉണ്ട്, ഔട്ടർ ട്രോപ്പോബ്ലാസ്റ്റും ഉണ്ട് അല്ലേ. ലൊക്കേഷൻ എന്ന് പറയുന്നത് യൂട്രസിലാണ്. ഇംപ്ലാന്റേഷനിൽ ഈ പറഞ്ഞ ട്രോപ്പോബ്ലാസ്റ്റ് പോയി എൻഡോമെട്രി വാളുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഇന്നർ സെൽമാസ് എന്തായിട്ട് മാറും, ഡിഫറൻഷിയേറ്റ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്. 150 statement. Sickle cell anemia is an autosome linked recessive trait that can be transmitted from parents to the offspring when both the partners are carrier of the gene. Autosome linked recessive trait ആണ്, ശരിയാണ്. യെസ്. The term recombination is a generation of non-parental gene combination. ശരിയാണോ? ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരിക സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ 2 ആണ്. 150 ഓപ്ഷൻ 2. 151 ലാക്കോപ്രോനുമായിട്ട് ബന്ധപ്പെട്ട ഐജീൻ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഐജീൻ റിപ്രസറാണ്, റിപ്രസർ. ഓക്കെ, ഇനിയും ഇസഡ് ജീൻ എന്ന് പറയുന്നത് ഏത് വരും? ഇസഡ് ജീൻ ആൽഫ ഗാലക്ടോസിഡേസ് ആണ്, ആൽഫ ഗാലക്ടോസിഡേസ്. എ ജീൻ ട്രാൻസ് അസിറ്റിലേസ് ആണ്, ട്രാൻസ് അസിറ്റിലേസ്. വൈ ജീൻ പെർമിയേസ് ആണ്. ഓക്കെ, വൈ ജീൻ പെർമിയേസ്. അപ്പോൾ ആൻസർ ഇവിടെ വരുന്നത് A 3 ആണ്, B 1 ആണ്, യെസ്, C 4, D 2. ഓപ്ഷൻ 3 ആണ്. 151 ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. യെസ്. 152 ഹ്യൂമൻ ബ്രെയിൻ ഈസ് കവേർഡ് വിത്ത് 3 മെനിഞ്ചസ് അല്ലെ. ക്രേനിയൽ മെനിഞ്ചസ് 3 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ടു ഇന്നറാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ഔട്ടർ ടു ഇന്നർ എന്ന് പറയുമ്പോൾ ഔട്ടർ ഡുറാ മാറ്റർ, ദെൻ അരക്കനോയിഡ്, ദെൻ പിയാ മാറ്റർ. ഓപ്ഷൻ ഏത് വരും? CBA. യെസ്, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. 152 ഓപ്ഷൻ 3. 153 ഫ്രം ഹിസ് എക്സ്പെരിമെൻറ്റ്സ്. SL മില്ലറിൻ്റെ എക്സ്പെരിമെൻറ്റ് നടക്കുന്നത് എന്തൊക്കെ ഗ്യാസസ് അതിലുണ്ടായിരുന്നത് ഓർക്കുക. ഓപ്ഷൻ നോക്കുക, മീതെയിനും ഹൈഡ്രജനും അമോണിയയും പിന്നെ വാട്ടർ വേപ്പറും അല്ലേ. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, 800 ഡിഗ്രി സെൽഷ്യസ്. കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടോ. ഈ ഫസ്റ്റ് ഓപ്ഷനൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കയറി മാർക്ക് ചെയ്യരുത്, തെറ്റാണ്. കാര്യം ഇവിടെ എന്താ CH3 ഒക്കെ കൊടുത്തേക്കുന്നത്, മീതെയിൻ അല്ല. ഓക്കെ, ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ 4 ആണ്. CH4, H2, NH3 ആൻഡ് വാട്ടർ വേപ്പർ അറ്റ് 800 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ 4. 154 സിമിലാരിറ്റി ഓഫ് ബോൺ സ്ട്രക്ചർ വിത്ത് 4 limbs ഓഫ് മെനി വെർട്ടിബ്രൈറ്റ്സ്. സെയിം സ്ട്രക്ചർ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ. ഏതാ അത്? ഹോമോലോഗസ് ഓർഗൻസാ. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഹോമോലോഗി. ഓപ്ഷൻ 1 ആണ്. 154 ഓപ്ഷൻ 1. ഇൻഫെക്ഷൻ സ്റ്റേജ് ഓഫ് പ്ലാസ്മോഡിയം ദാറ്റ് എൻറ്റേഴ്സ് ഹ്യൂമൻ ബോഡി. ഇത് വരും സ്പോറോസോവൈറ്റ്സ് ആണ്. ഓപ്ഷൻ 1. 155 ഓപ്ഷൻ 1 ആണ്. 156 റിജക്ഷൻ ഓഫ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഈസ് മെയിൻലി ദ ഫംഗ്ഷൻ ഓഫ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഓർഗൻസ് ഒക്കെ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് ലിംഫോസൈറ്റാ? B ലിംഫോസൈറ്റ്സ് അല്ല, T ലിംഫോസൈറ്റ്സ് ആണ്. ഓക്കെ, T ലിംഫോസൈറ്റ്സ്. യൂറിനറി ബ്ലാഡർ ഓപ്പൺ ഇൻ ടു ക്ലോയക്ക. ക്ലോയക്ക എന്ന് കാണുമ്പോഴേ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഏതാ അത്? ഓപ്ഷൻ 1 ആണ്, ഫ്രോഗ്. 157 ഓപ്ഷൻ 1. 158 അസർഷൻ റീസൺ ആണ്. സാക്രോമൈസിസ് സെർവീസിയെ യൂസ്ഡ് ഫോർ ബ്രെഡ് മേക്കിംഗ് ആൻഡ് കോമൺലി കോൾഡ് ബ്രൂവേഴ്സ് സീഡ്സ് ഈസ് യൂസ്ഡ് ഫോർ ഫെർമെൻറ്റിംഗ് മാൾട്ടസ് സെറൽസ് ആൻഡ് ഫ്രൂട്ട് ജ്യൂസ് ടു പ്രൊഡ്യൂസ് എഥനോൾ. പ്രശ്നമൊന്നുമില്ല, സ്റ്റേറ്റ്മെൻറ്റ് പ്രശ്നമൊന്നുമില്ല. ഈ റീസൺ ആയിട്ട് കൊടുത്തേക്കുന്നത് ബക്യുലോ വൈറസസ് ആർ പതോജൻസ് ദാറ്റ് നോട്ട് അറ്റാക്ക് ഇൻസെക്ട്സ് ആൻഡ് അതർ ആർത്രോപോഡ്സ്. നോട്ടല്ല, അറ്റാക്ക് ഇൻസെക്ട്സ് ആൻഡ് ആർത്രോപോഡ്സ് ആണ്. അപ്പോൾ തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രശ്നമാണ്. ഓക്കെ, തെറ്റാണ് അല്ലേ. യെസ്, അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് എത്താം. അസേഷൻ ശരിയാണ്, പക്ഷേ റീസൺ തെറ്റാണ്. സോ ഓപ്ഷൻ 3 ആണ് ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. 158 ഓപ്ഷൻ 3. 159 ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻറ്റ് RNA സിന്തസിസ് ക്യാൻ ബി കാറ്റലൈസ്ഡ് ബൈ. പെട്ടെന്ന് നോക്കുമ്പം ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻറ്റ് കണ്ടോണം. യെസ്, അപ്പോൾ ഏത് ഒരു ആൻസർ? പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് ആണ്. RNA ഡിപെൻഡൻറ്റ് DNA പോളിമറൈസോ DNA ഡിപെൻഡൻറ്റ് RNA പോളിമറൈസോ ഒന്നും അല്ല. ഇവിടെ ആൻസർ വരുന്നത് ഏതാ? പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. ഓർത്ത് വെച്ചേക്കണം. യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്. നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനായിട്ടാണ് നോട്ട് കറക്റ്റ് എന്നാണ് കേട്ടോ. നോട്ട് കറക്റ്റ്. യെസ്, the proinsulin has an extra peptide called C-peptide. Proinsulin extra peptide ഉണ്ട്, C-peptide പ്രശ്നമൊന്നുമില്ല. Functional insulin has A and B chains linked together by hydrogen bonds. ആണോ? പ്രശ്നമുണ്ടല്ലേ. Genetically engineered insulin is produced in E. coli. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. In man insulin is synthesized as proinsulin. അതും ശരിയാണ്. ഇനിയും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലെ പ്രശ്നം എന്താ?
എ ആൻഡ് ബി ചെയിൻസിനെ ലിങ്ക് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടല്ല, സൾഫൈഡ് ബോണ്ടുകളാണ്. അതുകൊണ്ട് നമ്മുടെ നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ 2 ആണ്. 160 ഓപ്ഷൻ 2. 161 പ്ലസ് മൈനസ് സൈൻ വരുന്ന ഇൻ്ററാക്ഷൻ, പ്ലസ് സൈൻ പ്ലസും മൈനസും വരുന്ന ഇൻ്ററാക്ഷൻ രണ്ടെണ്ണം, പ്രിഡേഷനും പാരസിറ്റിസവും. ഇനി ഓപ്ഷനിൽ പാരസിറ്റിസം ആണ്, ഓപ്ഷൻ 2 ആണ്. ഓക്കെ. 162 ലോജിസ്റ്റിക് ഗ്രോത്ത് ഇക്വേഷൻ തന്നിരിക്കുക. dN/dt = Rn × 1 - n/k. അതിൽ എപ്പോഴാണ് ഈ ഗ്രോത്ത് റേറ്റ് 0 ആകുന്നത് അല്ലേ? ഓർത്തിരുന്നോണം, n/k 0 ആകുമ്പോഴല്ല, n/k എക്സാക്ട്ലി 1 ആകുമ്പോഴാണ്. ഓക്കെ. അങ്ങനെ 1 - 1 0 ആവും. Rn × 0 എന്ന് പറയുന്നത് 0 ആയിപ്പോൾ dN/dt 0 ആകുമ്പോഴാണ് ഗ്രോത്ത് റേറ്റ് 0 ആവുക. ഓക്കെ. സോ 1 ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. 163 ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനായിട്ടാണ്. എനർജി കണ്ടന്റ് ഗ്രാജുവലി ഇൻക്രീസസ് ഫ്രം ഫസ്റ്റ് ടു ഫോർത്ത് ട്രോപ്പി ലെവൽ. ഫസ്റ്റ് ട്രോപ്പി ലെവലിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്ത് ഫോർത്ത് ട്രോപ്പി ലെവലിൽ എത്തുമ്പം എനർജി കണ്ടന്റ് കൂടും. അങ്ങനെ പഠിക്കുന്നുണ്ടോ? ഒരിക്കലും പഠിക്കുന്നില്ല അല്ലേ? എനർജി കണ്ടന്റ് കുറയത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റ് ആയിട്ടിരിക്കാൻ കാരണം. എനർജി കണ്ടന്റ് കുറഞ്ഞേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് പിരമിഡ് ഓഫ് എനർജി അപ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഇനി അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഡിക്രീസ് ഫ്രം ഫസ്റ്റ് ട്രോപ്പി ലെവൽ ടു ഫോർത്ത് ടോപ്പിൽ അല്ലേ? ശരിയാണ് അല്ലേ? നമ്മൾ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലേക്ക് പിരമിഡ് ഓഫ് നമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ അപ്രൈറ്റ് ആണ് അല്ലേ? നമ്പർ കുറയുന്നതുകൊണ്ടാണ് അപ്രൈറ്റ് ആയിട്ടിരിക്കുക. എനർജി കണ്ടന്റ് ഗ്രാജുവലി ഡിക്രീസ് ഫ്രം ഫസ്റ്റ് ടു ഫോർത്ത് ടോപ്പിൽ അതിൽ പ്രശ്നമൊന്നുമില്ല, ശരിയാണ്. അതുകൊണ്ട് അപ്രൈറ്റ് പിരമിഡ് ഓഫ് എനർജി. ബയോമാസ് ഡിക്രീസ് ഫ്രം ഫസ്റ്റ് ടു ഫോർത്ത് ടോപ്പിൽ ലെവൽ. ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ ബയോമാസും ഇങ്ങനെ തന്നെയാണ്, നമ്പർ പോലെ തന്നെയാണ്, കുറയുവാണ്. ഓക്കെ. ഫസ്റ്റ് ടോപ്പ് ലെവലിൽ നിന്ന് ഫോർത്ത് ടോപ്പ് ലെവലിലേക്ക് പോകുമ്പോൾ ബയോമാസും കുറയുന്നു, അവിടെയും പ്രശ്നമൊന്നുമില്ല. ഇവിടെ മോസ്റ്റ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ 1 ആണ്. എനർജി കണ്ടന്റ് നെവർ ഗ്രാജുവലി ഇൻക്രീസസ് ഫ്രം ഫസ്റ്റ് ടു ഫോർത്ത് ടോപ്പ് ലെവൽ. ഓക്കെ. യെസ്. 163 ഓപ്ഷൻ 1. 164 വിച്ച് സയൻറ്റിസ്റ്റ് പ്രപ്പോസ് റിവർ പോപ്പർ ഹൈപ്പോത്തിസിസ്. റിവർ പോപ്പർ ഹൈപ്പോത്തിസിസ് കാണുമ്പോഴേ നമുക്ക് ആൻസറിലേക്ക് എത്താം. പോൾ ഏർലിച്ച് ആണ്, ഓപ്ഷൻ 3 പോൾ ഏർലിച്ച്. ക്രയോ പ്രിസർവേഷൻ ഓഫ് ഗമീറ്റ്സ് ഓഫ് ത്രട്ടൺ സ്പീഷീസ് വയബിൾ ആൻഡ് ഫെർട്ടൈൽ കണ്ടീഷൻ ക്യാൻ ബി റെഫർ ടു അസ്. ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത് എന്താ? എക്സിറ്റീവ് ആണോ ഇൻസിറ്റീവ് ആണോ? എക്സിറ്റീവ് പ്രിസർവേഷനാണ്. ഓക്കെ. എക്സിറ്റീവ് കൺസർവേഷൻ ആണ്. അപ്പോൾ ആൻസർ വരിക അഡ്വാൻസ്ഡ് എക്സിറ്റീവ് കൺസർവേഷൻ. -196°C ഗമീറ്റ്സിനെ എംബ്രിയനെയൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാം. ഇറ്റ്സ് എ മെത്തഡ് ഓഫ് അഡ്വാൻസ്ഡ് എക്സിറ്റീവ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ഓക്കെ. 166 which bones helps in articulation of upper and lower limbs respectively with the axial skeleton. Axial skeleton ലോവർ ലിംബിനെ കണക്ട് ചെയ്യുന്ന പെൽവിക് ഗേഡിലും അപ്പർ ലിംബിനെ കണക്ട് ചെയ്യുന്ന പെക്ടറൽ ഗേഡിലുമാണ്. ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്, പെക്ടറൽ ആൻഡ് പെൽവിക് ഗേഡിൽ. കൺസിഡർ ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബൈലാറ്ററൽ സിമെട്രി, ട്രൂ സീലോമേറ്റ്സ് വിത്ത് സെഗ്മെന്റേഷൻ ഓഫ് ബോഡി. യെസ്, ഇത് മൂന്നും കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ എടുക്കണം. അനലിറ്റ്സിൽ ഈ 3 പ്രോപ്പർട്ടി ഉണ്ടോ, ഫീച്ചേഴ്സ് ഉണ്ടോ? യെസ്, 3 ഉണ്ട്. ആർത്രോപോഡയിലുണ്ടോ? ആർത്രോപോഡയിലും ഉണ്ട്. കൊഡേറ്റയിലും ഈ 3 ഫീച്ചേഴ്സും കാണാം. സോ ആൻസർ വരിക ഓപ്ഷൻ 1 ആണ്. ബാക്കി എല്ലായിടത്തും മൊളസ്ക വരുന്നുണ്ട്. മൊളസ്ക സെഗ്മെന്റേഷൻ ഓഫ് ബോഡി ഇല്ല, അൺസെഗ്മെന്റഡ് ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക ഓപ്ഷൻ 1. 167 ഓപ്ഷൻ 1. 168 ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ആണ് കേട്ടോ. യെസ്, കാർട്ടിലേജ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ അല്ല. ടെൻഡൺ ഡെൻസ് റെഗുലർ ആണ് അല്ലേ? യെസ്, വരത്തില്ല. അഡിപ്പോസ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, അതും വരത്തില്ല. എരിയോല ടിഷ്യൂ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. യെസ്, കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പെയർ ആൻസർ 168 ഓപ്ഷൻ 4 ആണ്. 169 സെലക്ട് ദ മിസ്മാച്ച്ഡ് ഓപ്ഷൻ. മിസ്മാച്ച്ഡ് ഓപ്ഷൻ ആണ് കണ്ടെത്തേണ്ടത്. ഗോൾഗി അപ്പാരറ്റസ് ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ്, പ്രശ്നമില്ല. വാക്യൂൾ ക്യാൻ ഒക്യുപ്പൈ അപ് ടു 90% ഓഫ് വോളിയം ഓഫ് പ്ലാന്റ് സെൽ, ശരിയാണ്. ലൈസോസോം കണ്ടെയ്ൻസ് ഹൈലോലൈറ്റിംഗ് എൻസൈംസ്, ശരിയാണ്. SCR ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. ഈ SCR ആണോ ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്? അല്ല, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. റൈബോസോംസ് സർഫസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ 169 ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. 170 മാച്ച് സ്റ്റേജസ് ഓഫ് മിയോസിസ്. പാക്കിറ്റീൻ കോളം 1-ലുള്ളതും കോളം 2-ലുള്ളതുമായിട്ട് മാച്ച് ചെയ്യണം. പാക്കിറ്റീൻ ഏത് വരും? പാക്കിറ്റീൻ ക്രോസിംഗ് ഓവർ ടേക്സ് പ്ലേസ്. പാക്കിറ്റീൻ എന്ന് പറയുന്നത് ക്രോസിംഗ് ഓവർ ടേക്സ് പ്ലേസ്. മെറ്റാഫേസ് 1. മെറ്റാഫേസ് 1-ൽ ഈ പറഞ്ഞ ക്രോമസോംസ് എല്ലാം മിഡിൽ വന്ന് അലൈൻ ചെയ്യും. ഇപ്പോൾ ഏത് ഓപ്ഷനാ? യെസ്, മെറ്റാഫേസ് 1 എന്ന് പറയുന്നത് ക്രോമസോംസ് അലൈൻ അറ്റ് ഇക്വറ്റോറിയൽ പ്ലേറ്റ്. ഓക്കെ. ഡയാക്കൈനസിസ് എന്ന് പറയുന്നത് ടെർമിനേഷൻ ഓഫ് ചയാസ്മേറ്റയാണ്. സൈഗോട്ടീൻ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. അപ്പോൾ ഏത് ആൻസർ വരും? A3 ആണ്, B4 ആണ്. യെസ്, ഓപ്ഷൻ 3 ആണ്. A3, B4, C2, D1. യെസ്, 170 ഓപ്ഷൻ 3. 171 നെയിം ദ ക്രോണിക് റെസ്പിറേറ്ററി ഡിസോർഡർ കോസ് മെയിൻലി ബൈ സിഗർ സ്മോക്കിംഗ്. സിഗർ സ്മോക്കിംഗ് ആകുമ്പോഴേ നമുക്ക് ആൻസറിലേക്ക് എത്താം. എംഫിസിമ,
171 emphysema. അടുത്ത കോളം ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്താ? യെസ്, ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. ഗ്ലോബുലിൻ ഡിഫൻസ് മെക്കാനിസം ആണ്. ആൽബുമിൻ ഓസ്മോട്ടിക് ബാലൻസ് ആണ്. ഇത് വരും A2 B3. യെസ്, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. 172 ഓപ്ഷൻ 4. 173. വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ തെർമോ റെഗുലേഷൻ? ബോഡി ടെമ്പറേച്ചർ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാർട്ട് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് സെൻറ്റർ ഫോർ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റിൻ്റെ സെൻറ്ററും ബോഡി ടെമ്പറേച്ചറിൻ്റെ സെൻറ്ററും ഒക്കെ ഹൈപ്പോതലാമസ്. ഓർക്കാം. മാച്ച് കോളം പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസീസ്. യെസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ ഇല്ലാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു ഡിസീസാണ് ഡയബറ്റിക്സ് ഇൻസിപ്പിഡസ്. ലോസ് ഓഫ് വാട്ടർ ത്രൂ എക്സസ് വാട്ടർ ത്രൂ യൂറിൻ. ഓക്കെ. തൈറോയ്ഡ് ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഗ്രേവീസ് ഡിസീസാണ്. യെസ്. അഡ്രീനൽ ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അഡിസൺ ഡിസീസാണ്. യെസ്, ഹൈപ്പോകോർട്ടിക്കോളിസം എന്നൊക്കെ പറയും. പാങ്ക്രിയാസിൻ്റെ ഇൻസുലിൻ്റെ റിലീസുമായിട്ട് കുറവ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഡയബറ്റിക്സ് മെലിറ്റസ്, അതായത് ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടി പോകുന്ന അവസ്ഥ, ഡയബറ്റിക് മെലിറ്റസ്. ഓക്കെ. ഇവിടെ ആൻസർ വരിക 1 3 വരും, 2 1 ആണ്. യെസ്, ഓപ്ഷൻ 2 ആണ്. യെസ്, 174 ഓപ്ഷൻ 2. 175. ദ ABO സിസ്റ്റം ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഇഫ് ബോത്ത് ആൻറ്റിജൻസ് ആർ പ്ലസ്. 2 ആൻറ്റിജനും പ്രസൻ്റ് ആണ്, പക്ഷേ ആൻറ്റിബോഡി ഒന്നും ഇല്ല. നേരെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഏതാ ഗ്രൂപ്പ്? AB ഗ്രൂപ്പാണ് കേട്ടോ. AB ഗ്രൂപ്പ്. ഓപ്ഷൻ 2 ആണ്. 175 ഓപ്ഷൻ 2. 176. AUG ACG. AUG സ്റ്റാർട്ട് കോഡോണും മെതിയോണിനും ഒക്കെ കോഡ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ACG ആണോ? അല്ല. UUA UCA ലൂസീൻ അല്ല, തെറ്റാണ് കേട്ടോ. യെസ്. GUU അത് അലാനിൻ അല്ല, വാലിനാ വരിക. യെസ്. UAG UGA രണ്ടും സ്റ്റോപ്പ് കോഡാണോ സാർ? പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള മാച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ 4 ആണ്. ഇനി UAG ഉണ്ട്, UGA ഉണ്ട്, ഒരു സ്റ്റോപ്പ് കോഡോണുണ്ട്. ഓർത്ത് വെക്കുക, UAA സ്റ്റോപ്പ് കോഡോണാണ്. 177. ഹാർഡി വെയിൻബെർഗ് ഇക്വേഷൻ ഫ്രീക്വൻസി ഓഫ് ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ. ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ ഏതാ? അത് 2PQ ആണ്. ഓപ്ഷൻ 4 2PQ ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ. യെസ്, P വരുന്നത് ഹോമോസൈഗസ് ഡോമിനൻറ്റ്, Q വരുന്നത് ഹോമോസൈഗസ് റിസസീവ് ആണ്. ഓക്കെ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പെയർ റെപ്രസെൻറ്റിംഗ് കോസേറ്റിക് ഏജൻറ്റ് ഓഫ് ടൈഫോയിഡ് ഫീവർ ആൻഡ് ഇസ് കൺഫർമേറ്ററി ടെസ്റ്റ്. ടൈഫോയിഡ് കോസ് ചെയ്യുന്ന സൽമണല്ല ടൈഫി ആണ് അല്ലേ? ടെസ്റ്റിൻ്റെ പേര് വൈഡൽ ടെസ്റ്റ്. ഓപ്ഷൻ വരുന്നത് യെസ്, ഓപ്ഷൻ 4 ആണ്. 179. Which one of the following equipments is essentially required for growing microbes on a large scale for industrial production of enzymes? നേരെ ആൻസറിലേക്ക് ബയോറിയാക്ടറാണ്. ADA is an enzyme which is deficient in a genetic disorder, SCID. ഈ ജനറ്റിക് ഡിസോർഡർ ഏതാ? സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി. ഓക്കെ. അപ്പോൾ അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു ജനറ്റിക് ഡിസോർഡറാണ്. ADAയുടെ ഫുൾ ഫോം ആണ് ചോദ്യം. ADA എന്ന് പറയുന്നത് അഡിനോസിൻ ഡി അമിനേസ് ആണ്. അഡിനോസിൻ ഡി അമിനേസ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇന്നത്തെ എക്സാം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് അടുത്ത എക്സാം ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ എഴുതുക. ഓക്കെ, താങ്ക് യു.